സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 നളചരിതം രംഗാവതരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുതിയ സാധ്യതകൾ അത് പല രീതിയിലാവാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രംഗാവതരണ ക്രമത്തെ അടിമുടി മാറ്റി പുതിയതൊന്നാക്കുക, അതല്ലെങ്കിൽ ചില രംഗങ്ങളിൽ കൂട്ടിച്ചേർക്കലുകളോ വെട്ടിമാറ്റലുകളോ നടത്തി കുറച്ചുകൂടി അതിനെ ദൃഢമാക്കുക. ഏതായാലും ഒരു കാര്യത്തിൽ ആർക്കും സംശയമില്ല, നളചരിതം വീണ്ടും വീണ്ടും ആലോചിച്ചും കൂടി ആലോചിച്ചും ചെയ്യേണ്ട ഒരു രംഗപാഠം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാണ്. ഈ വിഷയത്തിൽ ഇന്ന് ഇവിടെ സ്വന്തം ചിന്തകളും നിലപാടും അറിയിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ശ്രീ കോട്ടയ്ക്കൽ പ്രദീപ് കോട്ടയ്ക്കൽ പഠിച്ച് കോട്ടയ്ക്കൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. 6 ആട്ടക്കഥകളുടെ രചയിതാവാണ് പ്രദീപ്. കലാമണ്ഡലം നീരജും കലാമണ്ഡലത്തിൽ അഭ്യസിച്ച് കലാമണ്ഡലത്തിൽ അധ്യാപകനാകുന്നു. നീരജിൻ്റെ പ്രത്യേകത കുട്ടികൾക്ക് വേണ്ടി ആമയും മുയലും തമ്മിൽ കൂടിയുള്ള ഓട്ടപ്പന്തയം കഥകളി രൂപത്തിൽ അവതരിപ്പിച്ചു. അങ്ങനെ ഒരു പുതിയ ഒരു ശ്രമം നടത്തിയ ആളാണ് ശ്രീ നീരജ്. പിന്നെ കലാമണ്ഡലം വൈശാഖ് കലാമണ്ഡലത്തിലെ കഥകളി അഭ്യസിച്ച് ഇപ്പോൾ RLVയിൽ അധ്യാപകനായി ജോലി നോക്കുന്നു. വൈശാഖം തൻ്റെ രംഗക്രിയകളിൽ നേരത്തെ മഞ്ജുഷ പറഞ്ഞ പോലെ, അല്ല ശ്രീചിത്രനും പറഞ്ഞു, എൻ്റേതായൊരു കയ്യൊപ്പ് വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രയോക്താവാണ് കലാമണ്ഡലം വൈശാഖ്. കലാമണ്ഡലം ആദിത്യൻ പുതിയ തലമുറയിലെ ശ്രദ്ധേയനായ പ്രയോക്താവാണ്. ആദിത്യൻ കലാമണ്ഡലത്തിൽ അഭ്യാസം കഴിഞ്ഞ് ഇപ്പോൾ ജീവിതാഭ്യാസത്തിൻ്റെ തിരക്കിൽ ഓടി നടന്ന് കളിക്കുകയാണ്. കലാമണ്ഡലം വിശാഖം കലാമണ്ഡലത്തിൽ അഭ്യസിച്ച് ഇപ്പോൾ താൽക്കാലിക അധ്യാപകനെ ഇല്ല വിശാഖം ഈ പറഞ്ഞ പോലെ ആദിത്യൻ്റെ കഥ പറഞ്ഞ പോലെ ഓടി നടന്ന് കളിക്കുകയാണ്. ഈ പാനൽ ഇതിൽ ചേരാത്തവർക്കും നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ടാകും. ഏതായാലും ചർച്ച തുടങ്ങി വയ്ക്കാൻ ശ്രീ കോട്ടയ്ക്കൽ പ്രദീപനോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രാജുവേട്ടൻ വലിയൊരു ചതിയാണ് ചെയ്തു പോയത്. അതിന് കാരണം കലാമണ്ഡലത്തെ സംബന്ധിച്ച് കൃത്യമായി കലാമണ്ഡലം ഗോപിയാശാന്റെ നേതൃത്വത്തിൽ നടത്തിവെച്ചൊരു പാഠ്യപദ്ധതി ഉണ്ട്. പുസ്തകമായും കളരിപരമായിട്ടും കൃത്യമായ പാഠങ്ങൾ അവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അവരുടെ മുമ്പിലിരുന്നിട്ട് ഇതൊന്നും കിട്ടാത്ത ഒരാളാണ് തുടങ്ങുന്നത് എന്നുള്ളത് തന്നെ വലിയൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ പുറമെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് കോട്ടയ്ക്കലായിക്കോട്ടെ, സദനായിക്കോട്ടെ, കലാനിലയം എവിടെയായാലും കളരിയിലാകെ കണ്ട് പതിവുള്ളത് രാവിലെ മുതൽ പറഞ്ഞ പോലെ തന്നെ ഒരു കുവലയവിലോചനെ അല്ലെങ്കിൽ ഒരു പുഷ്കരൻ, മാക്സിമം ഒരു കലി വരെയൊക്കെ തന്നെയാണ് കളരിയിൽ ഉണ്ടാവാറുള്ളൂ. പിന്നെ കണ്ടോ അല്ലെങ്കിൽ
പുറത്തുനിന്ന് കേട്ടോ പുസ്തകങ്ങൾ വായിച്ചോ പലരുമായി സംസാരിച്ചോ നമ്മൾ പഠിക്കണം. അതിൻ്റെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ ചിലപ്പോൾ പലർക്കും ബാലിശമായി തോന്നും, ക്ഷമിക്കുക. ഇപ്പം ഇന്ന് ഇവിടെ വന്ന് എന്താണ് സംസാരിക്കേണ്ടതെന്ന് എല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്യാനിരുന്നിരുന്നു. ആർക്കും വ്യക്തമായൊരു ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വെറുതെ തോന്നിയൊരു സംശയമായിരുന്നു, ഒരുപാട് ആട്ടക്കഥകളിൽ നളചരിതം മാത്രം എന്തുകൊണ്ട് 4 ദിവസം കളിക്കാൻ പാകത്തിനായി മാറി? അതല്ലാതൊരു ഒന്നിൽ കൂടുതൽ ദിവസമുള്ള കഥ കണ്ടിട്ടുള്ളതൊരു ഹരിശ്ചന്ദ്രചരിതമാണ്. അപ്പം 4 ദിവസം വേണമെങ്കിൽ ഉണ്ണായിവാർക്ക് അത് ചുരുക്കി എഴുതാമായിരുന്നു. ഇപ്പം എത്രയോ കഥ അത് കഴിഞ്ഞ് വന്നതുണ്ട്. അതിന് മുമ്പുള്ള കഥകളായാലും രാമനാട്ടം പോട്ടെ, നമ്മൾ 8 ദിവസമായി കളിക്കുന്നു എന്ന് വെക്കാം, അത് 8 കഥകളായിട്ട് തന്നെ. പക്ഷെ നളചരിതം എന്ന ഒറ്റ പേരിൽ 4 ദിവസം. എനിക്കത് തോന്നിയത് പല കഥാപാത്രങ്ങളെയും പല സ്ഥലങ്ങളിലും ഉണ്ണായിവാർക്ക് വേണമെങ്കിൽ വിട്ട് കളയാമായിരുന്നു. ഒരുപക്ഷെ ഇപ്പം നമ്മൾ കളിക്കുന്ന പോലെ തന്നെ ഹംസത്തിൻ്റെ രംഗം കഴിഞ്ഞാൽ ഈ പർവ്വതൻ, നാരദൻ അല്ലെങ്കിൽ അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ ഒഴിവാക്കി ചിലപ്പോൾ ഒരു പക്ഷേ അവസാനത്തെ ഒരു രംഗം മാത്രം വെച്ച് ദമയന്തി സ്വയംവരം കഴിയുമായിരിക്കാം. അല്ലെങ്കിൽ 2-ാം ദിവസം കാട്ടാളൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ദമയന്തി ചേതിരാജ്യത്തെത്തിയതും തിരിച്ച് അച്ഛൻ്റെ അടുത്ത് എത്തിയതുമൊക്കെ ഒരു ശ്ലോകത്തിലോ ദണ്ഡകത്തിലോ കഴിക്കാൻ ഉണ്ണായിവാരെ സംബന്ധിച്ച് വിഷമമൊന്നും ഉണ്ടാവില്ല. നേരെ 3-ാം ദിവസം ലോകപാലന്മാരെ തന്നെ തുടങ്ങണ്ടു. പക്ഷേ ഓരോ കഥാപാത്രയും അത്രയും ഡെപ്തായി കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു കഥ, പ്രത്യേകിച്ച് 2-ാം ദിവസം. 2-ാം ദിവസത്തിൽ കാട്ടാളൻ കഴിഞ്ഞിട്ടുള്ള ഭാഗം മുഴുവൻ, കാട്ടാളൻ മുതലുള്ള ഭാഗം മുഴുവൻ ദമയന്തിയുടെ ഏരിയ മാത്രമാണ്. 3-ാം ദിവസം ലോകപാലന്മാരെ മുതൽ പിന്നെ നളൻ തുടങ്ങുന്നുള്ളൂ. എന്നോട് ഇതിനിടയ്ക്ക് ഒരാൾ ചോദിച്ചിരുന്നു, 2-ാം ദിവസത്തിൽ എന്തുകൊണ്ടാണ് കാട്ടാളൻ അല്ലെങ്കിൽ ചേതിരാജ്ഞി ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ വരാൻ കാരണം? മഹാഭാരതത്തിൽ ഉണ്ടെങ്കിലും വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ കാട്ടാളൻ്റെ ഭാഗത്തും ചേതിരാജ്ഞിയുടെ അടുത്തും ഉള്ള 2 രംഗങ്ങളാണ് പതിവ്രതാരത്നമായിട്ടുള്ള ദമയന്തി 4-ാം ദിവസത്തിൽ നളന്റെ മുന്നിൽ നിന്ന് താൻ തെറ്റുകാരിയാണെന്ന് പറയുമ്പോഴും ഞാൻ അഖേദ ധൃതമോദ എന്ന് പറയുന്നത്. കാരണം കാട്ടാളൻ്റെ അടുത്ത് ദമയന്തി കാട്ടാളൻ കാമചേഷ്ടകൾ കാണിച്ച് തന്നെ പ്രാപിക്കാൻ തുടങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു, ദേവേന്ദ്രനെ പ്രാർത്ഥിക്കുന്നു, അബലേ നിൻ വ്രതലോപോദ്യതൻ ഭസ്മീഭവിപ്പു എന്നമരേന്ദ്ര വരം ഒന്നുണ്ട് ഇതിനുപകരിപ്പു എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലായിടത്തും ചൊല്ലാറുള്ളതും കാണിക്കാറുള്ളതും എന്ന് ദേവേന്ദ്രൻ്റെ വരം ഒന്ന് ഉപകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അത് ഷാരടേശൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കണം. ദേവേന്ദ്രൻ വരം കൊടുത്തതായിട്ട് ഉണ്ണായിവാരുടെ ആട്ടക്കഥയിൽ എഴുതിയിട്ടില്ല, പക്ഷേ മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യാറ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു എന്ന അമരേന്ദ്രവരം എന്നുള്ളത് അമരേന്ദ്രവരം എന്നാക്കുകയാണെങ്കിൽ ആ പദം തുടങ്ങുന്നത് ഈശ്വര നിഷധേശ്വര എന്ന് വിളിച്ചിട്ടാണ്. വേറൊരു ഈശ്വരന്മാരെയും വിളിച്ച് അപേക്ഷിച്ചതായിട്ട് കാണുന്നില്ല. അമരേന്ദ്രൻ എന്ന് പറയുന്നത് നളൻ തന്നെയാണ്. കാരണം 1-ാം ദിവസത്തിൽ 4 ദേവന്മാരിരിക്കെ തന്നെ അവരെല്ലാം ജയിച്ച് ദമയന്തിയെ സ്വന്തമാക്കിയ നൈഷധൻ തന്നെയാണ് പതിവ്രതരത്നായിട്ടുള്ള ദമയന്തിയുടെ ദൈവം അമരേന്ദ്രൻ എന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല ചേതിരാജ്ഞിയുടെ അടുത്ത് എത്തിയിട്ട് പ്രച്ഛന്നരതിക്കേകൻ പ്രാർത്ഥിച്ചാൽ അവനെ പ്രസവം നീ വധിക്കണമെന്ന് ദമയന്തി പറയുന്നുണ്ടെങ്കിൽ ദേവേന്ദ്രൻ്റെ ഒരു വരം ഉണ്ടെങ്കിൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അമരേന്ദ്രൻ സ്വന്തം ഭർത്താവ് എന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി. ഒന്ന്, ഇനി അതിൽ എന്തെങ്കിലും ബാക്കിയും കൂടി സംസാരിച്ചിട്ട് അടുത്ത വിഷയത്തേക്ക് പോകാൻ വെച്ചിട്ടാണ്. ഒന്നുമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നേരത്തെ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ രാജീവേട്ടൻ ചോദിച്ചു എന്താ ഇപ്പോൾ നമ്മുടെ വിഷയം എങ്ങനെയാണ്, ചർച്ച എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിലവിൽ
നിലവിലുള്ള നളചരിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള നളചരിതത്തെക്കുറിച്ചിട്ടും അതിൻ്റെ വളർച്ചയെക്കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ടാണ് ഇതുവരെയുള്ളവർ സംസാരിച്ചത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഭാവിയെക്കുറിച്ച് വർത്തമാനം പറയുന്ന ഭൂതങ്ങളാവാം അങ്ങനൊരു ഇത് പറയലുണ്ടായി. ഇനി എന്താവണം എന്നത് ആയിരിക്കണം നിലവിലുള്ള. അതിന് തീർച്ചയായും നിലവിലുള്ളതിനെ മനസ്സിലാക്കാതെ ഒരു നവീന ഭാഷ്യം രൂപപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിലുള്ളതിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് എന്നുള്ളത്. ഇവിടെ പൊതുവിൽ കഥകളിയിൽ സമ്പ്രദായമാണ് ആസ്വദിക്കപ്പെടുന്നത് എന്നുള്ള ഒരു വാദമുണ്ട്. സമ്പ്രദായം അല്ലെങ്കിൽ സങ്കേതമാണ്. ഇപ്പം നളചരിതത്തെ ഒഴിച്ചു നിർത്തിയാൽ, നളചരിതത്തെ വെച്ചിട്ടല്ല പറയുന്നത്, കോട്ടയം തമ്പുരാനിലൂടെയൊക്കെ രൂപപ്പെട്ടിട്ടുള്ള, അത് KPS മേനോൻ്റെ തന്നെ ഉള്ള ഇതിൽ പറയുന്നതാണ്. അതേസമയം തന്നെ ഈ നവീനമായ ഒരു ആശയത്തിന് അല്ലെങ്കിൽ ഒരു ചിന്താധാരയ്ക്ക് ഈ സങ്കേതം തന്നെ അല്ലെങ്കിൽ ഈ സമ്പ്രദായം തന്നെ സമ്പ്രദായത്തിനോടുള്ള അതിന് വിഘാതം നിൽക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സമ്പ്രദായ ഭക്തി അഭിലഷണീയമാണെന്നും കൂടി KPS മേനോൻ പറയുന്നുണ്ട്. അപ്പം നവീന ചിന്ത എന്നത് എപ്പോഴും സമ്പ്രദായത്തിനപ്പുറം ആവശ്യമുള്ളത് തന്നെയാണ് എന്നാണ് വിചാരിക്കുന്നത്. ഈ കൂടിയിരിക്കുന്ന എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്നവർ തന്നെയാണെന്ന് എനിക്കും ഉറപ്പുണ്ട്. അപ്പോൾ പൊതുവിൽ ഈ സമ്പ്രദായം ആസ്വദിക്കുന്ന ഒരു രീതി, കഥകളിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സങ്കേതം ആസ്വദിക്കുന്ന ആസ്വാദനം നടക്കുന്നത് സങ്കേതത്തിലൊക്കെ ആയിട്ടാണ് നടന്നു വരുന്നത്. എന്നാൽ നളചരിതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇതിവൃത്ത പരിചരണത്തിലോ അല്ലെങ്കിൽ കാവ്യ സൗന്ദര്യത്തിനോ ഒക്കെ കിടപിടിക്കാവുന്ന തരത്തിലുള്ളൊരു സങ്കേതം അതിന് രൂപപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അല്ലെങ്കിൽ ആ ഒരു ഇത് ഉണ്ടാക്കുന്ന ഒരു ചാരുത അല്ലെങ്കിൽ അനൽപമായിട്ടുള്ള ആ ഒരു ചാരുതയെ അതിനോട് കിടപിടിക്കാവുന്ന ഒരു സങ്കേതം രൂപപ്പെട്ടില്ല. അല്ലെങ്കിൽ സങ്കേതത്തിൽ അത്തരത്തിലുള്ള ബലക്കുറവുകൾ നമുക്ക് കാണാനാവും എന്നുള്ളതാണ് പ്രധാനമായിട്ടൊരു കാര്യമുള്ളത്. ഇവിടെ മറ്റ് ആട്ടക്കഥകൾ ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്തത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അത് വിശദീകരിച്ച് നമുക്കത് വേറെ ചർച്ച ചെയ്യണമെങ്കിൽ അത് വേറെ ചർച്ച ചെയ്യാം. ഈ മറ്റ് ഇപ്പോൾ കോട്ടയത്തിൻ കഥകളിലൊക്കെ രൂപപ്പെടുത്തിയപ്പോൾ സങ്കേതം പ്രധാനമായും രൂപപ്പെടുത്തിയത് ആംഗികാഭിനയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സങ്കേതമാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ട് മറ്റഭിനയങ്ങളുണ്ടെങ്കിൽ കൂടി ശരീരം മുഴുവനായി ഉപയോഗിച്ചുകൊണ്ട് ശരീരം കൊണ്ട് ഭാവത്തെ സൃഷ്ടിക്കുന്നത്, അതുകൊണ്ട് തന്നെ തൗരിത്രികാഭിനയം കൊണ്ട് ഒരു പ്രത്യേക അവസ്ഥയെ രൂപപ്പെടുത്തുന്ന തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ചിട്ടപ്പെടുത്തലുകൾ സംഭവിച്ചിട്ടുള്ളത്. അതിന് പ്രധാനമായിട്ടുള്ളത് ആംഗികാഭിനയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സങ്കേതമായിരുന്നു, അല്ലെങ്കിൽ രൂപപ്പെടുത്തിയ ഒരു സങ്കേത നിർമ്മിതി ആയിരുന്നു കോട്ടയം കഥകളിലൊക്കെ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അതേ രീതി നമ്മൾ നളചരിതത്തിൽ പ്രയോഗിച്ചിട്ട് കാര്യമില്ല എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇത് സാത്വികാഭിനയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നൂതനമായിട്ടുള്ള ഒരു സങ്കേത സൃഷ്ടി ഇതിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത് ആംഗികാഭിനയത്തെ ബേസ് ചെയ്ത് നിൽക്കുന്നതല്ല, മറിച്ച് സാത്വികാഭിനയത്തിൻ്റെ സാധ്യതകളെ സങ്കേതവൽക്കരിക്കുന്നതിൽ ഒരു സംഭവിച്ച ചില ന്യൂനതകൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് നളചരിതത്തിൽ. അതിനെയാണ് ചർച്ച ചെയ്യേണ്ടത്. പീശപ്പള്ളി രാജുവേട്ടൻ പറഞ്ഞു ഇതിനൊരു ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു, പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കാരണം ഇതിനൊരു മാതൃക ഇല്ല എന്നുള്ളതും കൂടിയാണ്. ശരിക്കും ഈ എന്തെങ്കിലും ഒരു മാതൃകയിൽ വെച്ചിട്ടാണല്ലോ നമുക്കത് ക്ലാരിറ്റി, എല്ലാവരും ഒരേപോലെ ആവുന്ന അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലൊരു മാതൃക ഇന്നേ വരെ ഇപ്പോൾ ഗോപിയാശാൻ്റെയും അല്ലെങ്കിൽ വാസുപ്ഷാരിയാശാൻ്റെ ഒക്കെ പുസ്തകം നിലനിൽക്കുമ്പോൾ കൂടി അത് അനുസരിക്കുന്നില്ല. അല്ലെങ്കിൽ അതിന് അങ്ങനെ കൃത്യമായൊരു ഇപ്പോൾ ഈവൻ ഇതിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ചിലപ്പോൾ പീശപ്പള്ളി രാജീവേട്ടന് തന്നെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതങ്ങനെ. എന്നാൽ കോട്ടയം കഥകളിൽ അത്ര അധികം ഒരു ഇത് നമുക്ക്
കാണാൻ പറ്റില്ല. അതൊരു മാതൃകയായിട്ട് തന്നെ കോട്ടയം കഥകൾ നിലനിൽക്കുകയും നളചരിതത്തിന് അങ്ങനെ ഒരു പൂർവ്വ മാതൃക ഇല്ല എന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗോപിയാശരക്കുള്ളവരുടെ പുസ്തകം എന്ന് ചോദിച്ചാലും ആ പുസ്തകം വരെ ഉണ്ടായിട്ടുള്ളത് അരങ്ങിൽ നിന്നാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അരങ്ങിൽ നിന്നുണ്ടായി അത് കളരിയിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. മറിച്ച് ഒരു ആട്ടക്കഥ ഉണ്ടാക്കി അത് കളരിയിൽ രൂപപ്പെടുത്തി അത് കളരിയിൽ പാകം ചെയ്ത് വിളമ്പുന്ന തരത്തിലുള്ള രീതിയിലല്ല നമ്മളൊരു ഈ നളചരിതം ഉണ്ടായിട്ടുള്ള. മറിച്ച് നമ്മളൊരു ഏതെങ്കിലും ഒരു വിഭവം കണ്ട് അത് രുചിച്ച് നോക്കി അതിൻ്റെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കി അത് തിരിച്ച് വരുന്ന പ്രോസസ്സാണ് നളചരിതത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾക്കൊക്കെയും ഇത്തരം ന്യൂനതകൾ സംഭവിക്കുന്നത്. ന്യൂനത എന്ന് പറയുന്നില്ല, അത് നിലവിൽ വളരെ ഉപകാരപ്രദമായ ഏതൊരാൾക്കും, ഇപ്പോൾ ആസ്വാദകരാകട്ടെ കലാകാരന്മാരാകട്ടെ വേഷക്കാരോ ചെണ്ടക്കാരോ പാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിലാണത് സംഭവിച്ചിട്ടുള്ളത്. എങ്കിൽ കൂടി ഇതിൽ ഈ നേരെ തിരിച്ചാണ്. ഇപ്പോൾ കളരിയിൽ ഉണ്ടാവുന്നത് ആട്ടക്കഥ എഴുതുന്നു, ആ എഴുതിയ ആട്ടക്കഥയെ വിശകലനം ചെയ്യുന്നു, അതിന് വേണ്ട താളത്തെ നിർണ്ണയിക്കുന്നു, അതിൻ്റെ മുദ്രകളെ രൂപപ്പെടുത്തുന്നു, അതിനുശേഷം അതിൻ്റെ ചൊല്ലിയാട്ടം രൂപമുണ്ടാക്കുന്നു. ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സ് നളചരിതത്തിൽ നടന്നിട്ടില്ല. നിലവിലുള്ള സാധനത്തിന് തിരിച്ച് കളരിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് ഇത്തരം ഈ മാതൃകയില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം. നമുക്കിതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവാം, ഏറ്റവും കൂടുതൽ പദങ്ങൾ നളചരിതത്തിലുള്ളത് മുഴുവൻ ഈ ചെമ്പട താളത്തിലാണ് പ്രധാനമായിട്ടും. ചെമ്പട താളം എല്ലാവർക്കും അറിയുന്ന ആദ്യ താളം 7 അടി ഒരു വീശ എന്നുള്ള നിലയിൽ 8 മാത്രയിലുള്ള ചെമ്പട താളത്തിലാണ് മിക്കവാറും എല്ലാ പദങ്ങളും. അതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ചെമ്പടയിൽ എല്ലാം ഒതുക്കും, അല്ലെങ്കിൽ ഒതുക്കാം, ചവിട്ടിക്കൂട്ടി ഒതുക്കാം നമുക്ക് ചെമ്പടയ്ക്ക്. ഏത് വരികളും എങ്ങനെ എഴുതിയാലും ഈ വരികളൊന്നും, ചില വരികൾ നമുക്കറിയാം അതിൻ്റെ ഏർഗോണിപ്പുകളും മുഴച്ചു നിൽക്കലും മറ്റേ നിലമ്പതികളൊക്കെ ഈ വരികളിൽ നമുക്ക് ഇടയ്ക്ക് കാണാനാവും. ഈ പാടുന്ന സമയത്ത് പല പദങ്ങളും പല വരികളും ഈ ചവിട്ടിക്കൂട്ടി ഒതുക്കിയതിലുള്ള അപാകത, അത് അപാകതയായി തന്നെ മുഴച്ച് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പം അതും ഇങ്ങനെ വന്നതാണ്. ഇതൊന്നുമല്ലാത്ത ഒരു താളഘടന ഒരു പക്ഷേ ഈ എഴുത്തിലുണ്ടായിരുന്നിരിക്കാം എന്നുള്ളൊരു സന്ദേഹവും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയും കൂടിയും എനിക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ തന്നെ പല നാടൻ ശീലുകളിലും അല്ലെങ്കിൽ കലാരൂപങ്ങളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തുള്ളലിലൊക്കെ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള നാടൻ ആ താളത്തിനനുസരിച്ച് നമുക്ക് ഇന്ന് പരിചിതമല്ലാത്ത ഏതോ ഒരു താളത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പല പദങ്ങളും ഉണ്ണായിവാരർ എഴുതിയിട്ടുണ്ടായിരിക്കുക എന്നുള്ള ഒരു ഇത് അതുമായിട്ട് വെച്ച് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് അതങ്ങനെ ഒരു രീതി നമുക്ക് രൂപപ്പെടുത്തി അത് ആ താളം ഏതാണെന്ന് ആദ്യം കണ്ടെത്തണം. ഇത് പ്രത്യേകിച്ചും ഈ ആട്ടക്കഥ രചയിതാക്കളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് കൂടുതൽ അത് കുറച്ചും കൂടി സൗകര്യമായിരിക്കും. ഈ അക്ഷരം വെക്കുന്നതും അതിൻ്റെ വൃത്തവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് താളത്തിലാണ് ഇത് കൂടുതൽ സൂട്ടബിൾ. ഇപ്പോൾ നമുക്കറിയാലോ ഈ നൽനാശി നമ്മോട് കടനീയ നന്മണി രമണീയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചവിട്ടി കൂട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ കൃത്യമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു കളരിയിൽ നിന്ന് തുടങ്ങുന്ന തരത്തിൽ ഈ ആട്ടക്കഥയെ ഞാൻ ഇന്നാൾ വേണുസാറിൻ്റെ പ്രഭാഷണത്തിന് വന്നപ്പോഴും പറഞ്ഞൊരു പ്രധാന കാര്യം ഇതാണ്. ഇതിന് റീകമ്പോസ് ചെയ്യേണ്ടത് ഒരാവശ്യകത തന്നെയാണ്. ഇത് ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ ഈ ആട്ടക്കഥ ഈ വരികൾ എടുത്തു വെച്ച് ആ വരികൾ അപ്പോൾ അങ്ങനെ ചെയ്താലാണ് അത് ശരിക്ക് അതിനൊരു സങ്കേതം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സങ്കേതം രൂപപ്പെടുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യം, ഞാനിപ്പോൾ ഈ കേളീരവത്തിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആ കാര്യം. ഈ കോട്ടയത്ത് കഥകളുടെ സങ്കേതം എടുത്ത് നമ്മൾ നളചരിതത്തിലേക്ക് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് നളചരിതത്തിൻ്റേതായ ഒരു സങ്കേതം രൂപപ്പെടുത്തുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ കഥകളിയുടെ സങ്കേതം നമ്മൾ കോട്ടയത്ത് കഥകളുടെ സങ്കേതമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്. സങ്കേതം ഓരോ കഥകൾക്കും അതിൻ്റേതായ സങ്കേതങ്ങൾ വേണം.
ഇപ്പോൾ കോട്ടയം കഥകളുടെ സങ്കേതം എടുത്തിട്ട് നളചരിതത്തിൽ പ്രയോഗിക്കുമ്പോൾ ഇപ്പോൾ വൈശാഖിൻ്റെ ഷർട്ട് ഞാനിടുന്നത് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആദിത്യൻ്റെ കുപ്പായം ഞാനിടുന്നത് പോലെയുള്ള പ്രശ്നം ഉണ്ടാവും. എനിക്ക് വേണ്ട ഷർട്ട് ഞാൻ തയ്ച്ചുണ്ടാക്കണം, അല്ലെങ്കിൽ എൻ്റെ അളവ് എടുത്ത് തയ്ക്കണം. അതല്ലാത്തത് കൊണ്ട് ഇപ്പോൾ കഥകളിയുടെ സങ്കേതം അല്ലെങ്കിൽ കഥകളിയുടെ സമ്പ്രദായം, കഥകളിയുടെ അഭിനയം എന്നത് കോട്ടയം കഥകളുടെ അഭിനയം അല്ലെങ്കിൽ കോട്ടയം കഥകളുടെ സങ്കേതം, കോട്ടയം കഥകളുടെ സമ്പ്രദായം എന്ന് നമ്മൾ രണ്ടായി നോക്കാതെ ഒന്നായി കണ്ടതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. ഇപ്പോഴും പുതിയ ആട്ടക്കഥ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മറ്റേ ഹരിനാക്ഷി പോലെ ആ പദം, അല്ലെങ്കിൽ മറ്റേ ഈ ആട്ടക്കഥ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നതറിയാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ മറ്റ് പലരുടെയും കോട്ടയം കഥകളുടെ ട്രൗസർ നളചരിതത്തിന് ഇട്ട് കൊടുത്തതിൻ്റെ പ്രശ്നം ഉണ്ട്. അതിന് നളചരിതത്തിൻ്റേതായ ഒരു ട്രൗസർ അടിപ്പിക്കേണ്ട കാലം ആയി എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. പിന്നെ രാജീവേട്ടൊന്ന് പറഞ്ഞു, ഈ കാർക്കോടകൻ്റെ കാര്യം പറഞ്ഞു. കാർക്കോടകൻ എന്താ കാണിക്കേണ്ട അറിയില്ല, അത് അങ്ങനെയാണ് പ്രശ്നമാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. കാർക്കോട എന്ത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും പൊന്നാനി ശിങ്കടിക്ക് പാട്ടുകാർ നിർത്തും. പിന്നെ കാണിച്ചാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല. അത് ഞാൻ വെറുതെ ഇത് ഒന്ന് എഴുതി വെച്ചതാണ്. ഈ നാരദൻ പർവ്വതൻ സംഭാഷണമൊക്കെ ഇത് സേതുബന്ധനത്തിൽ ഇതേപോലത്തെ ഒരു ഇത് വരുന്നുണ്ട്, അങ്ങോട്ട് ചോദ്യ ഉത്തരമായിട്ട്. അപ്പോൾ അത് കോട്ടയത്തമ്പുരാനെന്ന് റെഫർ ചെയ്തതാവാനാണ് സാധ്യത. നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യോത്തരമായിട്ടുള്ള ഒറ്റവരി പദങ്ങൾ പൊതുവെ ഇപ്പോൾ നാരദനും പർവ്വതനിലും ആണ് ഫസ്റ്റ് എന്ന് വിചാരിക്കും. പക്ഷേ സേതുബന്ധനത്തിൽ ഇതേപോലെ അങ്കദനും രാവണനും അത് കൂടിയാട്ടത്തിൽ നിന്ന് എടുത്ത് അതേ ഒരു ആ ശ്ലോകത്തെ അങ്ങനെ എടുത്തിട്ട് നീ ആരാണ്, ഞാൻ നാഥസ്യ നാഥോസ്മഹം എന്നുള്ള ആ ഒരു ഭാഗം എടുത്തിട്ട് അതേപോലെ ഇതാണ്. പക്ഷെ അത് വരിയായിട്ട് ഒറ്റവരിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, വല്ലതുണ്ടെങ്കിൽ പറയാം. വൈശാഖിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സമീപനങ്ങൾ സാധ്യതകൾ ആണല്ലോ. ഇവർ വളരെ ഗൗരവമായിട്ട് ആട്ടക്കഥയെക്കുറിച്ചും രംഗസംവിധാനത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അത് അത്രത്തോളം എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ കഥകളി കണ്ട് ശീലിച്ചതിൻ്റെ, ചെറുപ്പം മുതൽ കാണാനുള്ള ഭാഗ്യമുണ്ടായതിൻ്റെ ആ അർത്ഥത്തിലാണ് പറയുന്നത്. നമ്മളല്ല പണ്ട് മുതൽ നളനായുള്ള നായകൻ നളചരിതത്തിൽ ഈ നളന് ചില സമീപനങ്ങളുണ്ട്. വേണ്ട സമീപനം ഉണ്ട്. നാരദനോട് എന്താണ് സമീപനം നളൻ്റെ? നളന് ഹംസത്തോടുള്ള സമീപനം. ഇത് നളന് നാരദനോടുള്ള കഥയിലെ സമീപനമല്ല, നടന് വേറൊരു നടനോടുള്ള സമീപനം. ഈ സമീപനമല്ല വേണ്ടത്. നളന് നാരദനോടും നളന് ഹംസത്തോടും നളന് ദമയന്തിയോടും നളന് ബാഹുകന് കാർക്കോടകനോടും ഉള്ള സമീപനമാണ് നടനോട് ചെയ്യേണ്ടത്. ഇതെന്ന് മുതലാണ് മാറിയത്? അല്ലേ? അത് എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇന്ന് അതിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വരാനുള്ള കാരണം അത് സഹകരണമാണ്. കലാകാരന്മാർ തമ്മിലുള്ള സഹകരണം. ഒരേ മനസ്സുള്ള കലാകാരന്മാർ ഒന്നിച്ച് വേഷം കെട്ടുമ്പോൾ ഉണ്ടാകുന്ന കെമിസ്ട്രിയോളം വലുതായിട്ട് വേറെ ഒന്നുമില്ല. അത് എത്ര ഹോംവർക്ക് ചെയ്ത് നമ്മൾ എത്ര ഹോംവർക്ക് ചെയ്ത് വന്നാലും ഒരു ചെറിയ നിമിഷത്തിൽ ഒരാളുടെ നോട്ടം കൊണ്ട് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ തിരിച്ചൊരു നോട്ടം കൊണ്ട് നമുക്ക് ഇത് റീടേക്ക് ഉണ്ടോ കഥകളിക്ക്? ഇല്ല. കട്ട് എന്ന് പറഞ്ഞാൽ റീഷോട്ട് എടുക്കാൻ പറ്റില്ല. ആ കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് എത്ര കാലമായി തുടങ്ങിയിട്ട്? കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. അത് ഞങ്ങൾക്ക് മുൻപുള്ള ജനറേഷൻ മുതൽ ഞങ്ങൾക്കത് കൂടുതൽ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രാജീവേട്ടൻ കഴിഞ്ഞ ഒരു യാത്രയിൽ പറഞ്ഞു, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്, രാജീവേട്ടൻ്റെയൊക്കെ ഭാഗ്യം ഞങ്ങളുടെ ജനറേഷൻ്റെ ഒപ്പം വേഷം കെട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ രാജീവേട്ടന് സമ്മതിച്ചു പൂർണ്ണ മനസ്സോട് കൂടിയിട്ട്. ഞങ്ങളുടെ തിരിച്ചു ഭാഗ്യം അതാണ്, ആ ജനറേഷനൊപ്പം വേഷം കെട്ടാൻ പറ്റുക. ഞങ്ങൾക്ക് മുകളിലുള്ള ജനറേഷനൊപ്പം വേഷം കെട്ടുമ്പോൾ പോലും
ആ ജനറേഷനിലുള്ള കലാകാരന്മാർ ഞങ്ങൾക്ക് തരുന്ന ബഹുമാനവും ആദരവും ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതാണ് കഥകളി. നളചരിതം പോട്ടെ, നളം പോട്ടെ, ദമയന്തി പോട്ടെ, അതൊക്കെ പിന്നെ ഉള്ളൂ. നമ്മൾ ഒരു കഥകളിക്ക് ഇറങ്ങുമ്പോൾ അവിടെ മുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. യാത്ര, ഭക്ഷണം, അണിയറുടെ അന്തരീക്ഷം, വേഷം കെട്ടുന്ന മനയോല. മഞ്ഞപ്പൊടി മോശമായാൽ പോലും കളി മോശമാവും. ഞങ്ങളൊക്കെ എപ്പോഴും പറയാറില്ല, ഞാനും ആയത്തിനും നീരജൊക്കെ, ഇതിൽ പ്രാധാന്യം കൽപ്പിച്ചത് എന്ന് മുതലാ പൈജാമയും അടിക്കുപ്പായം കൊണ്ടുപോകാൻ തുടങ്ങിയത് നടന്മാർ. ഇതിനൊന്നും പ്രാധാന്യമില്ലാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഒരു കഴുത്തുനാടയ്ക്ക് വരെ പ്രാധാന്യമുണ്ട് കഥകളിയിൽ, ആഹാരത്തിൻ്റെ കാര്യത്തിൽ. അപ്പം സമീപനം ഞാൻ കുറച്ച് പേരുകളെ പറഞ്ഞുള്ളൂ. അവസാനം മുതൽ ബാഹുകനൊക്കെ വാഷ്ണയനോട് പെരുമാറുന്ന സമീപനം. വാഷ്ണയൻ ആരാ? നളൻ ഉപേക്ഷിച്ച സമയത്ത്, നളൻ ചിന്തിക്കാതിരുന്ന, മക്കളെ ചിന്തിക്കാതിരുന്ന സമയത്ത് പോലും നളന് വേണ്ടി മക്കളെ സുരക്ഷിതമായൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിച്ച ആളാണ് വാഷ്ണയൻ. ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ ചെങ്ങന്നൂരിൽ നടന്ന കളിക്ക് നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആ സമയത്ത് വാഷ്ണയനോട് ചോദിച്ചു, നീ ഇതിനു മുമ്പ് ഇവിടെ ആയിരുന്നോ? അല്ല, അവിടെ ആയിരുന്നു. നല്ലതായിരുന്നു. മക്കളുണ്ടായിരുന്നു. അപ്പോൾ മക്കളിപ്പോൾ എന്ത് ചെയ്തു? മക്കളെ ഞാൻ കൊണ്ടാക്കി. ആര് കൊണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ വാഷ്ണയൻ പറഞ്ഞു, ഞാൻ കൊണ്ടാക്കിയെന്ന്. അപ്പോൾ വാഷ്ണയൻ്റെ കൈ പിടിച്ചിട്ട്, ഇയാളോട് നന്ദി പറയാൻ പറ്റുമോ? ബാബുവിന് കൈ പിടിച്ചിട്ട്, ഓ നീ അത് ചെയ്തല്ലോ, നീ എനിക്ക് വേണ്ടി അത് ചെയ്തില്ലേ എന്നുള്ളൊരു അത് മനസ്സിലായി എന്നുള്ളതാണ് നമ്മളെ വിജയം. അത്ര കൊടുത്താൽ മതി. പരിഗണന കൊടുക്കണം നമ്മൾ, ചെറുതോ വലുതോ ആയിക്കോട്ടെ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു കാല് വക്ക് പിടിച്ച് വെക്കുന്നില്ല എന്ന് വരെ ശ്രദ്ധിക്കാനുള്ള ആസ്വാദകരുണ്ട് ഇപ്പോൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശ്രദ്ധ ചെലുത്തുന്നത്? ഒരു വേഷം കെട്ടാൻ നമ്മളെ സൂം ചെയ്യാനായിട്ട് ക്യാമറകളുണ്ട്. രാജവട്ടം പറഞ്ഞ പോലെ വർഷങ്ങൾ കഴിഞ്ഞാലും ദൂരദർശനിൽ മാത്രമല്ല മുമ്പ് ഈ ഭാഗ്യം ഉണ്ടായിരുന്നത്. മരിക്കുന്നവരെ കാണാൻ പറ്റും നമ്മുടെ വേഷങ്ങൾ. ഇപ്പോൾ അതാണ് പ്രശ്നം. അപ്പം സമീപനങ്ങൾ, ഇപ്പം എനിക്കിപ്പോൾ കുറച്ച് നേരത്തെ കിട്ടിയത് ഈ സമീപനം, അത് മാറണം. അത് മാറിയിട്ടുണ്ട്, ഇനി മാറും. പിന്നെ ഈ ഔചിത്യം, എനിക്ക് പണ്ട് മുതലേ തോന്നിയിട്ടുള്ളത്, വിധുമുഖിയുടെ രൂപമധുരത കേൾക്കുന്നതാണ്. നളൻ അഭിനയിക്കുകയാണ്. നടൻ അഭിനയിക്കുമ്പോൾ പുരികം, കണ്ണ്, മുടി, ചുണ്ട്, കവിള്, കഴുത്ത്, മാറ്, കഴുത്തിന് താഴേക്ക് പ്രേമമല്ല. അതിൻ്റെ വിശേഷണം എന്താ? മാംസത്തോടുള്ള ആഗ്രഹമല്ല പ്രണയം. ഇത് പ്രണയിക്കാത്തതുകൊണ്ടാണ് ആ നടന്. പ്രണയമില്ലാത്ത നടന്മാരെ കഴുത്തിന് താഴേക്ക് വിസ്തരിക്കൂ. ഹംസത്തെ കൊണ്ട് വിസ്തരിപ്പിക്കുന്ന നടന്മാരെ കണ്ടിട്ടുണ്ട്. ഈ ഹംസ ആരാ? ഇയാൾ നളനെക്കുറിച്ച് ദമയന്തിക്കല്ലാതെ, നളൻ്റെ മുഴുവൻ കാര്യങ്ങളും ദമയന്തിക്കല്ലാതെ വേറൊരാൾക്കും അറിയില്ല. സ്വന്തം ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഭാര്യയ്ക്കല്ലേ അറിയുള്ളൂ. വേറൊരു അവസ്ഥ കണ്ട ഒരേ ഒരാൾ, അത് മനുഷ്യനുമല്ല, അത് ഈ പക്ഷിയാണ്. അപ്പോൾ ഈ ഹംസത്തെ കൊണ്ട് അഭിനയിപ്പിക്കുമ്പോൾ ഈ നമ്മൾ ഉണ്ണായിവാരോട് എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് എഴുതി വെച്ച ഉണ്ണായിവാർ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. രൂപമധുരത ഈ മാംസത്തിലല്ലല്ലോ. സൗന്ദര്യം മനസ്സിലാന്ന് പറയുന്നില്ലേ? അപ്പോൾ നമ്മൾ ഈ കാവ്യഭംഗിയുടെ കാര്യം പറയാനായിട്ട്, ഈ കാവ്യഭംഗി ഉണ്ടാക്കുക, ചില ആട്ടങ്ങൾ കൊണ്ടുവരിക. നമുക്ക് കാവ്യഭംഗി അല്ലെങ്കിൽ കവിതയുടെ ഭംഗി, അതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഒരു കവിത നമ്മൾ എടുത്ത് കഥകളി ആവിഷ്കാരം ചെയ്യുന്നതും വർഷങ്ങളായിട്ട് നമ്മളൊരു ആട്ടക്കഥയിലെ പദം ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഏതിനാ ഭംഗി? നമ്മുടെ പദങ്ങൾക്കുള്ള ഭംഗി കവിതയ്ക്ക് കിട്ടില്ല. കാരണം കഥകളി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പദങ്ങൾ എഴുതിയിരിക്കുന്നത്. കവിത എഴുതി കഴിഞ്ഞിട്ട് അത് കഥകളി ആക്കുക. അത് ഈ നളചരിതത്തിൻ്റെ ചില പദങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ അങ്കാരനദിയിൽ മുങ്ങി എന്നുള്ള അവസ്ഥ ദമയന്തിയുടെ, എത്ര മുങ്ങിയ ആ അർത്ഥം കിട്ടും? അപ്പോൾ അത് ചെയ്യാതിരിക്കുക, മുങ്ങുക എന്നുള്ള മുദ്ര കാണിക്കാതെ ഇരിക്കുക. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. അതിനുള്ള സ്വാതന്ത്ര്യം ആസ്വാദകർ തരുന്നുണ്ട്, അതിനൊരു സംശയമില്ല. മുദ്ര കാണിച്ചാൽ അവിടെ തീർന്നു. അപ്പോൾ ഈ കാവ്യഭംഗിയുടെ കാര്യത്തിൽ ഈ ആട്ടത്തിൻ്റെ കാര്യം കൊണ്ട് പറഞ്ഞ് നിർത്താം. അപ്പോൾ ഈ ആട്ടം നമ്മൾ പുതിയത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പണ്ട് കാണിക്കുന്ന ആട്ടങ്ങൾ
ഗുരുക്കന്മാർ കാണിച്ചിരുന്ന ആട്ടങ്ങൾ, മാനപ്രസവം പോലുള്ള ആട്ടങ്ങളൊക്കെ, അത് ഒരു ബിംബമാണ്. അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്ത്ത് ശീലം കൊണ്ട് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഒഴിവാക്കുക. പിന്നെ ശീലം ആണ്, ഇപ്പം കാഴ്ചശീലം. ഇപ്പോൾ ബാഹുകൻ നീല നിറത്തിലല്ല വേറൊരു വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് കാഴ്ചശീലം കൊണ്ടാണ്. പണ്ട് മുതലേ ആ വേഷമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ചെയ്ത് അല്ലെങ്കിൽ കണ്ട് ശീലിച്ച കുറേ ആട്ടങ്ങളുണ്ട്. ഈ ആട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് ബോധ്യത്തോടു കൂടി ഇന്ന ആട്ടമാണ് ആടുന്നത്, അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് ആ സാധാരണയായി ആടാറുള്ളതെന്ന ബോധ്യം ആസ്വാദകനുണ്ട്. ആ ആസ്വാദകന് നമ്മൾ കൊടുക്കുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറ ഉണ്ടായപ്പോൾ ആട്ടത്തിനുള്ള ഒരു സമയമില്ല. അപ്പോൾ കഥകളി സ്കൂളിൽ ചർച്ചയ്ക്കിടയിൽ പീശപ്പള്ളി രാജുവേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു മാനപ്രസവം ആടണ്ടേ രാജുവേട്ടൻ. അപ്പോൾ രാജുവേട്ടൻ പറഞ്ഞു, അതെന്തിനാ ആടേണ്ട ആവശ്യം? മാനപ്രസവം എന്ന് പറഞ്ഞാൽ അവസാനത്ത് കാണിച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ രാജുവേട്ടൻ അത് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഞാൻ ഒരു സഞ്ചാരത്തിനിടയ്ക്ക് ഇടിവെട്ടുന്ന ശബ്ദം കേട്ടു. രാജുവേട്ടൻ അത് പറഞ്ഞു പോയാൽ മതി, ഇത് ആട്ടം ചെയ്യണ്ടേ? ഇടിവെട്ടുന്ന ശബ്ദം കേട്ടു സഞ്ചരിക്കുന്ന ഇടയ്ക്ക്. അപ്പോൾ ഇടിവെട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആസ്വാദന സംശയം ഉണ്ടാവും. ഇത് പതിവില്ലല്ലോ, ഇത് എന്ത് സംഭവം, എന്തായാലും ആവട്ടെ, അത് വിട്ടു. ആസ്വാദനം അത് വിട്ടു. ഇത് കഴിഞ്ഞ് അടുത്തത് കാണുന്നത് കരിഞ്ഞ ശരീരവും അസ്ത്രം കൊണ്ട പുലിയുടെ അവസ്ഥയും പ്രസവിച്ച മാനിനെയാണ്. ഇത് മാനപ്രസവം വിസ്തരിച്ച് ആടി കണ്ട ആസ്വാദകനെ ഇത് മനസ്സിലാവൂ. അല്ലെങ്കിൽ ഞാൻ വിജയിക്കുമോ? ഇല്ല, എൻ്റെ ആട്ടം പാളിപ്പോവും. അപ്പം അത് ബിംബങ്ങൾ എന്തായാലും വേണം. നമ്മളത് എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം, എവിടെ കുറയ്ക്കണം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ ഔചിത്യം ഒരു സംശയവുമില്ല, ഔചിത്യം അത് പാലിക്കേണ്ടത് തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരും പറയുന്നത് തന്നെ ഓരോ ശാഖകളാക്കി വലുതാക്കി ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളുണ്ടെന്ന് തോന്നുകയാണ് ഇപ്പോൾ. കാര്യം പ്രദീപേട്ടൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പം ഒരുപാട് ആ തരത്തിൽ സംസാരിക്കാനും ആലോചിക്കാനൊക്കെ ഉണ്ട്. നീരജേട്ടൻ പറഞ്ഞത് ആലോചിക്കുമ്പോഴും അങ്ങനെ തന്നെ, വൈശാഖേട്ടൻ പറഞ്ഞത് ആലോചിക്കുമ്പോഴും അങ്ങനെ തന്നെ. ഓരോന്നും ഓരോ വഴിയിലാണ് പോകുന്നത്. ഈ സമീപനങ്ങൾ, സാധ്യതകൾ എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതായാലും എനിക്ക് പറയാനുള്ളത്, നളയരുതായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കുമ്പം മനസ്സിലേറ്റവും ആദ്യമായിട്ട് വരുന്നത്, കൃതജ്ഞതയോടെ സ്മരിക്കുന്നതും എൻ്റെ പഠന കാലഘട്ടത്തിൽ തന്നെയാണ്. എൻ്റെ MA പഠന കാലഘട്ടത്തിലാണ് ഗോപിയാശൻ്റെ കീഴിൽ MA ഈ നളയരുതത്തെ പരിചയപ്പെടാൻ സാധിക്കുന്നത്. നളയരുതം കളരികളിൽ പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന ഒരുപാട് ചോദ്യങ്ങളും ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നൊരു കാലഘട്ടത്തിൻ്റെ ഒടുവിലാണ് നളയരുതം ആ സമയത്ത് കളരിയിലേക്ക് കടന്നു വരികയും അതൊരു പ്രൊജക്റ്റാക്കി വെച്ച് കുറച്ച് വർഷങ്ങളിലുള്ള വിദ്യാർത്ഥികളെ കൊണ്ട്, PG വിദ്യാർത്ഥികളെ കൊണ്ട് ആയതെല്ലാം അരങ്ങിൽ അവതരിപ്പിച്ച് അതിൻ്റെ ഒരു ആകത്തുകയെന്നോണം അതിനെ തുടർച്ചയായിട്ടൊരു പുസ്തകം ഗോപിയാശൻ അവതരിപ്പിക്കുകയും ചെയ്തത്. അതിനേതായാലും അവിടെ പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അവിടെ പഠിക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ, ആശാൻ്റെ കീഴിൽ പഠിക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ നളയരുതത്തിലെ 4 ദിവസങ്ങളുടെയും സാഹിത്യങ്ങളുടെ വരികൾക്കിടയിലൂടെ കടന്നു പോകുവാനും വേഷങ്ങളെയെല്ലാം വിശദമായി കാണുവാനും സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതിനുള്ളവരുള്ള സമീപനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നളയരുതത്തിൽ ഏത് വേഷത്തിനാണെങ്കിലും അതിൽ ഏറ്റവും ചെറുതെന്ന് കണക്കാക്കപ്പെടുന്ന 2-ാം ദിവസത്തിലെ ഋഷഭത്തിനായാലും അതിലെ ദൂതനായാൽ പോലും, പിന്നെ ആലോചിച്ചാൽ ജീവലൻ വാർഷ്ണേൻ, ഈ വക കഥാപാത്രങ്ങൾക്ക് പോലും സ്വകീയമായ ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു അരങ്ങിൽ ഒരു തൻ്റേതായൊരു സ്ഥാനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് എനിക്ക് സ്വന്തം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും അപ്രീസിയേഷൻ മേടിച്ചെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അത്രയും ചെറിയ വേഷങ്ങളെന്ന് കണക്കാക്കപ്പെടുന്ന അത്തരം കഥാപാത്രങ്ങളുടെ സ്ഥിതി അതാണെങ്കിൽ മറ്റ് കഥാപാത്രങ്ങളുടെ സ്ഥിതി മറിച്ചല്ലല്ലോ. ഏതായാലും അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അന്ന് നളയരുതം ബാഹുകന്മാർ അവതരിപ്പിച്ച സമയത്ത് അതിൽ ആശാൻ എഴുതി വെച്ച ആട്ടങ്ങൾ മാത്രമാണ് പിന്തുടരാൻ ആശാൻ നിർദ്ദേശിച്ചിരുന്നത്. അതല്ലാതെ നമ്മൾ കോഴ്സ് കഴിയുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ആ പുസ്തകം വായിക്കുമ്പോൾ, ആശാൻ
എഴുതി തന്ന കൈപ്പടയിലുള്ള പ്രതിയാണ് ഇപ്പോഴും കയ്യിലിരിക്കുന്നത്. അപ്പം ആ പ്രതിയിൽ തന്നെ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ മാൻപ്രസവം, അതായത് ബാഹുകൻ കാണിക്കുന്ന മാൻപ്രസവം, വെളുത്തുനളൻ കാണിക്കുന്ന വേടനും കിളിയൊക്കെ ആയിട്ടുള്ള ആ ഒരു സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങൾ, ഇവയൊന്നും അരങ്ങിൽ ആടി ഫലിപ്പിക്കുവാൻ കഴിയുന്നില്ലാത്ത പക്ഷം നടൻ ആടേണ്ടതില്ല എന്നാണ്. അപ്പം അന്നത് ആടിയതുമില്ല, പിന്നീടത് ആടിത്തെളിയുവാൻ അത്രയധികം അവസരങ്ങൾ വന്നു ചേർന്നതുമില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതെങ്ങനെയാണ് അതിനൊരു ആടിത്തെളിയുവാനുള്ളൊരു സാഹചര്യം കിട്ടുന്നതെന്ന് സത്യത്തിൽ ഒരു പുതിയ തലമുറയിലുള്ള ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാകുന്നില്ലാത്തൊരു കാര്യമാണ്. പിന്നെ അതിന് തുടർച്ചയായിട്ട് പറയാനുള്ളത്, നമ്മളെപ്പോഴും ഈ പുതിയ പുതിയ ആശയങ്ങൾ ഇതൊക്കെ അവതരിപ്പിക്കുവാൻ നമ്മൾ ക്ഷമമാകുന്നത് എങ്ങനെയാണ്? ഒരു കഥകളി അഭ്യസിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നൊരു മനോദർഭാഭിനയം എന്ന് പറയുന്നത് അജഗരകവളിതമായിരിക്കും. പഠന കാലഘട്ടത്തിലോ അതിനുശേഷമോ മറ്റോ ഒരു ഡെമോൺസ്ട്രേഷനിലോ ഒക്കെ പങ്കെടുക്കുന്ന സമയത്ത് അത് അവതരിപ്പിക്കുന്ന ആളുടെ നിർദ്ദേശത്തിനനുസരിച്ച് അല്ലെങ്കിൽ സ്വയമായും കാണുന്നവരെ മനസ്സിലാക്കിപ്പിക്കുവാനായിട്ട് അജഗരകവളിതം ഒക്കെയാണ് ചെയ്യേണ്ടി വരിക. അപ്പം അങ്ങനെയുള്ള ചിട്ടയായിട്ടുള്ളൊരു മനോധർമ്മം എന്ന് പ്രസിദ്ധമായിട്ടുള്ള മനോധർമ്മമാണ് ഏത്? ഈ അജഗരകവളിതം. ഇത് അഭ്യസിച്ച് ചെയ്യുവാൻ പാകമാകേണ്ടത് എങ്ങനെയാണ്? അതിനുള്ള അഭ്യാസം നേടേണ്ടത് എവിടെ നിന്നാണ്? സത്യത്തിൽ കളരിയിൽ നിന്ന് തന്നെയാണ്. അത് ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അത് എനിക്കിതുവരെ അത് കലാമണ്ഡലം കളരികളിലോ അവിടെയൊന്നും ചെയ്യുവാനോ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ അരങ്ങിൽ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ചെയ്തു കൊള്ളുവാനുള്ള നിർദ്ദേശമോ ലഭിച്ചിരുന്നില്ല. സത്യത്തിൽ അജഗരകവളിതം പോലെ ഒരു വിദ്യാർത്ഥി നടനായി മാറുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വളർച്ചയിലേക്ക് എത്തിക്കേണ്ടുന്ന ഘട്ടത്തിൽ ശീലിക്കേണ്ടതായിട്ടുള്ള ഇത്തരം മനോധർമാഭിനയത്തിന് ആവശ്യമാകുന്ന അല്ലെങ്കിൽ ഉതകുന്ന കാര്യങ്ങൾ പഠിക്കേണ്ടുന്ന ഈ വക കാര്യങ്ങൾ ഒരിക്കലും പരിശീലിക്കുവാനുള്ളൊരു സാഹചര്യം എവിടുന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാന വസ്തുത. പെട്ടെന്ന് ഓർമ്മ വരുമ്പം ഓരോ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ നളയരത്തിനെ സമീപിക്കുന്നത് പോലെ തന്നെ ആ അന്നത്തെ കളിക്ക് പങ്കെടുക്കുന്ന എല്ലാവരും അതിനെ അതേ ഒരു ഊർജത്തോടെ സമീപിച്ചാൽ മാത്രമേ അന്നത്തെ അരങ്ങ് സഫലമാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഏറ്റവും അവസാനമായി നളയരത്തിലൊരു വേഷം കിട്ടുവാൻ അവസരം ലഭിച്ച ഒരു ദിവസത്തെ ഓർക്കട്ടെ. അന്ന് കരിക്കാട് നമ്മുടെ കലാമണ്ഡലം മനോജാശാൻ്റെ കലയാമി എന്ന കഥകളി അക്കാദമിയിൽ എനിക്ക് നിശ്ചയിച്ചിരുന്ന വേഷം അന്ന് നളയരത്ത് 1-ാം ദിവസം നാരദനായിരുന്നു. അതിനെ തുടർന്ന് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ വേഷമൊക്കെ ഉണ്ടായിരുന്നു. അവരെ വേഷത്തിനായിട്ട് സഹായിക്കാനൊക്കെ ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് മനോജാശാൻ്റെ ആയിരുന്നു നളൻ. ആശാൻ ഒരു ആക്സിഡൻറ്റ് പറ്റുകയും അങ്ങനെ കൈ ഒടിഞ്ഞിട്ട് വേഷം ചെയ്യുവാൻ അവസരമില്ലാതെ വരികയും ചെയ്തു. അപ്പോൾ ആ അവസരം നേരെ എന്നിൽ വന്നു ചേർന്നു. അതെനിക്കൊരു ഭാഗ്യമായി ആ ഒരു വേഷം ചെയ്യാൻ ഒരു അവസരം ലഭിച്ചു. അന്ന് ഒരുപാട് ആലോചനകൾക്കും ഒരുപാട് സന്തോഷത്തോടെയൊക്കെ ഒടുവിൽ അവിടെ കളിക്ക് എത്തുകയും അത് അവസാനിക്കുന്ന ഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം അവസാനത്തെ ഒരു പോസ്റ്റർ ഉണ്ട്. ആ ഹംസം പറന്ന് പോകുന്നത് നോക്കി ആ ഖണ്ഡം അവസാനിക്കുന്ന ഒരു ഭാഗം. ആ ഭാഗത്ത് ഹംസം പറന്ന് ഈ വഴി പറന്നുപോയി. നളൻ്റെ നോട്ടം അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി പറന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഈ വശത്തേക്ക് വലതുവശത്തേക്ക് മറിയുന്നതായിട്ടാണ് എല്ലാവർക്കും അറിയാം, പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് പൊങ്ങി പറന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും തിരശീലക്കാരൻ വന്ന് തിരശീല പിടിച്ചു. എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് മാറ്റിപ്പിടിക്കാൻ പറയുകയോ അവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് നേരത്തെ വൈശാട്ടൻ പറഞ്ഞ കൃത്യമാണ്, ഒരു റീഷൂട്ട് ഇല്ല അവിടെ, റീടേക്ക് ഇല്ല അവിടെ. പക്ഷേ എൻ്റെ ഗതികേട് കൊണ്ട് അവിടെ ഒരു കുഞ്ഞു മൊബൈലിൽ ലൈവ് പോകുന്നുണ്ട്. അപ്പോൾ അത് മൂപ്പരെ ആ തിരശീല പിടിക്കാൻ വരുന്ന കലാകാരനെ അറിയിക്കാനെങ്കിലും അത് ഇങ്ങനെയല്ല എന്ന് തത്സമയം തന്നെ അറിയിക്കാനെങ്കിലും അവിടെ തടസ്സപ്പെടുത്തി എനിക്കത് വീണ്ടും കാണിച്ച് അവസാനിച്ച് സ്വയം സമാധാനിച്ച് അണിയറയിലേക്ക് മടങ്ങേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചർച്ച തുടർന്ന് വരുന്ന പക്ഷം വീണ്ടും സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദിത്യൻ്റെ വാക്കുകൾ തീരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുകയാണ്. നളയരതം പോലെ ഒരു ബൃഹത്തായ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ ആദിത്യൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഞാൻ, ആദിത്യൻ, അരുൺ രാജു, ഞങ്ങൾ 3 സഹപാഠികളായിരുന്നു. അപ്പോൾ ആ കാലത്ത് അവരെ ഗോപിയേശൻ ആ കഥാപാത്രങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ചൊല്ലിയാടിച്ച് അരങ്ങത്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാര്യമായിട്ടൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ഇത് കളി കണ്ടുള്ള ശീലം വെച്ചിട്ടും പദങ്ങളൊക്കെ കേട്ടും
അത്യാവശ്യം യൂട്യൂബിലുള്ളൊരു പരിചയം വെച്ച ധൈര്യത്തിൻ്റെ പുറത്തിലാണ് ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നത്. ഇപ്പോൾ ചൂടുവെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ച ആ ഒരു പൂച്ചയുടെ അവസ്ഥയാണ്. എന്നിരുന്നാലും അറിയാവുന്ന ചില കാര്യങ്ങൾ പറയാം. വൈശാഖട്ടൻ സൂചിപ്പിച്ചതുപോലെ നടൻ്റെ സമീപനം, ആ സമീപനം നിലനിൽക്കുന്നത് കഥാപാത്രത്തിനോട് മാത്രമല്ല, ആ ആട്ടക്കഥാകൃത്ത് അദ്ദേഹത്തിനോടും, അതുകൂടാതെ ഈ കഥാപാത്രം ആവിഷ്കരിക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ ഇടത്തരമാകട്ടെ ഒരു ആസ്വാദകനോടും കൂടി ഉള്ളതാണ്. അപ്പോൾ അത്രയധികം പ്രിപ്പറേഷൻ നളചരിതത്തിലെ ഏതൊരു ചെറിയ കഥാപാത്രം ചെയ്യുമ്പോഴും ഒരു നടൻ അത്യാവശ്യ ഘടകമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു വിഷയം പറയുകയാണെങ്കിൽ മനോധർമ്മം എന്ന ഒരു സാധ്യത എടുക്കാം. മനോധർമ്മം ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്ന, മുന്നേ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്ന കുറച്ച് ആട്ടങ്ങൾ ഉണ്ട്. നമ്മൾ പുതിയതായിട്ട് ഏതൊരു നടനും ആ പുതിയതായിട്ട് ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്ന ആ മനോധർമ്മത്തെ സ്വീകരിച്ച് അത് എവിടെ കഥാപാത്രമായിട്ട് അതിൻ്റെ ഔചിത്യമായിട്ട് എവിടെ കണക്റ്റ് ചെയ്യണം എന്നറിയാതെ വരുന്ന ഒരവസ്ഥ ഇന്ന് ഞാനടക്കം പലരിലും ഉണ്ട്. അത് തീർച്ചയായും മാറേണ്ട ഒരു സമീപനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആട്ടക്കഥാകാരൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആസ്വാദകരിലേക്ക് കൊടുക്കേണ്ടതുപോലെ അതേ ഉത്തരവാദിത്വത്തിൽ നടനും അതേ ഉത്തരവാദിത്വമുണ്ട്. നടനും ഒരു വ്യാഖ്യാതാവാണ്. എന്താണോ അരങ്ങിൽ സംഭവിക്കുന്നത് ആ സംഭവിക്കുന്ന കാര്യങ്ങളെ വിശദമായിട്ട് പ്രേക്ഷക മനസ്സിലെത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, അതിന് ഗ്രഹപാഠം വളരെയധികം അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടുതലായിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. ചർച്ചയിൽ കൂടിക്കൊള്ളാം. മൈക്ക് കൈമാറുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് സംഘാടക പക്ഷത്തു നിന്നാണ്, നിങ്ങളുടെ കൂടെയല്ല. ഇവിടെ സമീപനം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചോ എന്ന് എനിക്ക് സംശയം. നീരജാണ് ഏകദേശം ആ വിഷയത്തോട് അടുപ്പിച്ച് സംസാരിച്ചത്. നമ്മളിപ്പോൾ ഈ നളചരിതം എന്നുള്ള കഥയെ നമ്മൾ സമീപിക്കുന്ന രീതി, അതിൽ പുതിയ സാധ്യതകളുണ്ടോ, പുതിയ അവതരണ സാധ്യതകളുണ്ടോ? അത് ബാധ്യതയാണ് വേണ്ട, വല്ല സാധ്യതയുമുണ്ടെങ്കിൽ ആ നിലയ്ക്കുള്ള വല്ല ചിന്തകളും ഉണ്ടോ? അപ്പം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ എളുപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ കുണ്ടിനനായക കഴിഞ്ഞിട്ടുള്ളൊരു ആട്ടം ഇപ്പോൾ നമുക്ക് ഒരു പരമ്പരാഗത വഴിയുണ്ട്. വീണ വേണമെങ്കിൽ വായിക്കാം, മൃദംഗം വേണമെങ്കിൽ വായിക്കാം, ആ ഛായയിൽ. ഇതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുണ്ടോ? അല്ലെങ്കിൽ നീരജ് നേരത്തെ പറഞ്ഞ പോലെ അടിമുടി അലകും പിടിയും മാറ്റുക. ഭഗവൻ നാരദ അടന്തയിൽ വേണം എന്നുള്ളത് അടന്ത 14 എന്നുള്ള 28 അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. ഇങ്ങനെ മൊത്തത്തിൻ്റെ സ്ട്രക്ചർ മാറ്റിയാൽ ഈ, അതായത് ഉണ്ണായിമാരുടെ കൃതിയോട് നീതി പുലർത്തുന്ന ഒരു സമീപനം, പുതിയൊരു സമീപനം നമുക്ക് സാധ്യമാണോ എന്നുള്ളതാണ് സംഘാടക പക്ഷത്തു നിന്നുള്ള ചിന്ത. ഇപ്പം സംഗതി വെക്കതായില്ലേ? ഓക്കെ, ഇതുവരെയൊക്കെ നന്നായി സംസാരിച്ചു. അല്ല, കോട്ടയ്ക്ക പ്രദീപിന് പറയാൻ പറ്റും. അതൊരു സീനിയറിറ്റി ഒന്നുമില്ല കേട്ടോ. ഇപ്പം പറഞ്ഞത് സമീപനം തുടക്കം നീരജിൻ്റെ ആയതുകൊണ്ട് നീരജ് മുഖാന്തരം തന്നെ പോരാം എന്ന് വിചാരിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞ എൻ്റെ അഭിപ്രായം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പക്ഷേ നിലവിൽ
അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. നമുക്ക് കളിക്ക് പങ്കെടുക്കേണ്ടി വരുമ്പോൾ ഇത് ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ പറ്റുള്ളൂ. അതിൽ തന്നെ എനിക്ക് വളരെ ധാരാളമായിട്ട് നളനും ബാഹുകനൊന്നും കെട്ടാൻ പറ്റാത്തതുകൊണ്ട്, ദമയന്തി ഒന്നും കെട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും അധികം ഇതിൽ ചെയ്യേണ്ടി വരുന്നത് കലിയാണ് പ്രധാനമായിട്ട്. അപ്പോൾ ആദ്യത്തെ ഈ മറ്റേ ദ്വാപരനും പുഷ്കരനും അല്ലെങ്കിൽ അതുപോലെയുള്ള വേഷങ്ങളൊക്കെ ഇന്ദ്രൻ ഒക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കെട്ടേണ്ടി വരുന്നത് കലിയാണ്. ഈ കലി നാട്ടുകാർക്ക് കലി വരുമോ? കലി വന്ന സമയത്ത് കലിയുടെ ഒരു പ്രശ്നമായിട്ട് അത് കലിയുടെ ആട്ടം എന്നുള്ളത് ആദ്യത്തെ പദങ്ങളൊക്കെ അങ്ങ് നിൽക്കുമ്പോൾ തന്നെ പദത്തിന് ശേഷം സൗന്ദര്യം ദമയന്തി എന്നുള്ള ശ്ലോകം കഴിഞ്ഞ് വഴിയേതുമേ പിഴയാതെ കഴിഞ്ഞ് ഉള്ള കലിയുടെ നിഷധ രാജ്യത്തേക്കുള്ള പ്രവേശം, അതിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ പ്രവേശിക്കാൻ പറ്റായിക എന്താണെങ്കിലും ആ ഒരു ആട്ടം വല്ലാതെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഞാൻ നിലവിൽ ആടിയിരുന്ന ആട്ടങ്ങളെ ഇപ്പോൾ ഒരു ബ്രാഹ്മണൻ പൂണൂല് പൊട്ടിക്കുന്നു, ഈ ശരിതെറ്റുകളുടെ ഒരു 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 ചങ്ങല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഒരു രണ്ട് തരത്തിലുള്ള വീക്ഷണങ്ങൾ. അപ്പോൾ ശരി, ഇപ്പോൾ പൂണൂല് പൊട്ടിക്കുക എന്നുള്ള ഒരു ദോഷമാണെന്ന് മനസ്സിലാക്കി അതിലൂടെ പോകാൻ തുടങ്ങുമ്പോഴാണ് അയാൾ സന്യാസം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പൂണൂല് പൊട്ടിച്ചത്. അതുകൊണ്ട് അത് നല്ല കാര്യമാണ്. തിരിച്ച് അപ്പോൾ കലിക്ക് അതിലെ പോകാൻ പറ്റുന്നില്ല, തിരിച്ചു പോരുന്നു. അടുത്ത വഴി പോകുന്ന സമയത്ത് അവിടെ ഒരു ഗോവധം നടക്കുന്നു. അപ്പോൾ അതൊരു ദോഷമാണ് ചെന്നു. അപ്പോൾ അത് യാഗപശുവാണ്, അതുകൊണ്ട് അത് ദോഷമല്ല, അപ്പോൾ തിരിച്ചു പോരുന്നു. ഇങ്ങനെയുള്ള ഒരു 3-4 സംഭവങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു ആട്ടമാണ് ഉണ്ടായിരുന്നത്. ഞാനും അത് തന്നെയാണ് ചെയ്തിരുന്നത്. നമ്മൾ ഇത് പക്ഷേ ഇതിലൊരു പ്രശ്നം പറ്റിയത് എന്താ വെച്ചാൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഉണ്ണായിവാരുണ്ടാക്കിയ ആട്ടമല്ല, കലി ഉണ്ടാക്കിയ ആട്ടമല്ല. ഇതൊരു കാലഘട്ടത്തിൻ്റെ ആട്ടമാണ്. അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം വെച്ച്, ഇപ്പോൾ പ്രദീപ് നേരത്തെ പറഞ്ഞപ്പോൾ ഈ 2-ാം ദിവസത്തിലെ ദമയന്തിയുടെ ഭാഗം ഒഴിവാക്കപ്പെട്ടത് അത് അന്നത്തെ ഒരു സാഹചര്യമാണ്. സ്ത്രീ ഇപ്പോൾ കാൽപ്പനികത, നളചരിതത്തിലെ കാൽപ്പനികത മലയാളിക്ക്, നളചരിതത്തിലെ പ്രണയം മലയാളിക്ക് മനസ്സിലായി തുടങ്ങുന്നത് കുമാരനാശാൻ വന്നതിന് ശേഷമാണെന്നുള്ളൊരു, അല്ലെങ്കിൽ അതുവരെ അത് മനസ്സിലായിട്ടില്ല എന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മറ്റേ പീഠത്തിൽ തുണിയിട്ടിരിക്കുന്ന സ്ത്രീവേഷത്തിൻ്റെ അത്രേ ദമയന്തിയും കണ്ടിട്ടില്ലാവുള്ളൂ, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നളനല്ല, നടൻ പ്രധാനമായി വരികയും രാജുവേട്ടനൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നളനല്ല പറയുന്നത്, ഇത് നടനാണ് പറയുന്നത്, ഈ ദമയന്തിയോട്ടുള്ള 4-ാം ദിവസത്തിലെ സംഭാഷണമൊക്കെ ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കലിയുടെ ആട്ടത്തിലാണ് പറഞ്ഞു വന്നത്. ഈ ആട്ടം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പൂണൂല് പൊട്ടിക്കുന്നത് ഒരു ദോഷമാണ് എന്ന് പറയുമ്പോൾ പൂണൂല് പൊട്ടിച്ച കുറേ നല്ല ആൾക്കാർ എനിക്കറിയാം, അല്ലെങ്കിൽ പൊട്ടിക്കാത്ത ചില ദുഷ്ടന്മാരെ അറിയാമെന്ന് വെച്ചോളൂ. അല്ല, അങ്ങനെയില്ല. പക്ഷേ ഇത് ഒരു വ്യക്തിയുടെ നിലവാരവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല മനുഷ്യനെ വിലയിരുത്തേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതി എനിക്കുള്ളിടത്തോളം ഇനി ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടുത്തത് യാഗത്തിനാണെങ്കിലോ ഇനി യാഗത്തിനല്ലെങ്കിലോ ഒരു മൃഗത്തിനെ വധിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വ്യക്തിപരമായ ഇതിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് അഭിനയിച്ച് മറ്റൊരാളെ ആസ്വദിപ്പിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ് എനിക്ക് ഈ നളചരിതവുമായി ബന്ധപ്പെട്ടിട്ട്, ഈ കലിയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നം. ഇത് ഞാൻ ഏതാണ്ട് 2-3 വർഷത്തോളം ഇങ്ങനെ ചോദിച്ച് നടന്നു പലരോടും. രാജീവേട്ടനോടൊക്കെ ഇതേക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഇതേ സമയം നമ്മൾ പുതിയത് ഉണ്ടാക്കുകയും വേണം, അത് നിലവിലുള്ളതിൻ്റെ അത്രയെങ്കിലും ആസ്വാദകർക്ക് ആസ്വാദ്യമാവുകയും വേണം. നമ്മളൊരു പുതിയത് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാത്രം ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ല, കാണുന്നവർക്കും കൂടി അത് ആസ്വാദ്യമാവുമ്പോഴാണ് അത് പ്രസക്തമാകുന്നുള്ളൂ. അപ്പോൾ ഈ നിലയ്ക്ക് ഞാൻ ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഈ ഞാൻ പറയുന്നത് ഇതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് പറയാതെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ആർക്കും അതിൻ്റെ ദോഷം പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഈ
കലികാലം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കലി പുറപ്പെടുന്നതായിട്ടും അത് ഈ ദമയന്തിയെ മോഹിച്ചിട്ട് അല്ലെങ്കിൽ ദമയന്തിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്, മറിച്ച് കലികാല സ്ഥാപനത്തിനായിട്ടാണ് കലി വരുന്നത്. അപ്പോൾ കലി എത്തിക്കഴിഞ്ഞാൽ കലി കാണുന്നത് സാമ്യം എന്നൊരു ഉദ്യാനം തന്നെയാണ്. ദമയന്തി നേരത്തെ കാണിച്ചു വെച്ച സാമ്യം എന്നൊരു ഉദ്യാനത്തിലുള്ള ഈ കാഴ്ചകളും ഈ പ്രശ്നങ്ങളും തന്നെയാണ് കലിയുടെ ഇന്ദ്രിയങ്ങൾക്ക്. കലി വളരെ ഈ വിപരീതങ്ങളുടെ നാഥൻ ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വരണ്ട നമുക്ക് എന്ത് ഇഷ്ടമുള്ളതെല്ലാം കലിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കലിയുടെ ഇഷ്ടങ്ങൾ നമുക്ക് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ദമയന്തി ഇതേ ഉദ്യാനം തന്നെ കലിയുടെ കാഴ്ചയിലുള്ള ഉദ്യാനമാണ് അവിടെ കാണിക്കുന്നത്. അവിടെ കലിക്ക് എന്താ കങ്കേളി ചമ്പാദികൾ പൂത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇയാൾക്ക് അതുകൊണ്ടാണ് അത് കാണാൻ വയ്യായികയാണ് ഇയാളുടെ പ്രശ്നം. അത് കാണുമ്പോൾ ഇയാൾക്ക് കണ്ണിന് പറ്റുന്നില്ല, അതിൻ്റെ മണം ഇയാളുടെ മൂക്കിന് പറ്റുന്നില്ല, ചന്ദന സുഗന്ധമുള്ള അല്ലെങ്കിൽ ഇളങ്കാറ്റ് ഇയാളുടെ ത്വക്കിനെ അല്ലെങ്കിൽ തപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ തരത്തിൽ അതിനൊരു മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. അത് പൂർണ്ണമാണ് അല്ലെങ്കിൽ അതാണ് ശരി എന്നുള്ളതല്ല. നിലവിലുള്ളതിനോടുള്ളൊരു വിശ്വാസക്കമ്മി കൊണ്ട് അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ മാറ്റിയതാണ്. ഇനി അതുപോലെ എന്തെങ്കിലും വേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരും. അല്ല, ഇത് രാജീവേട്ടൻ പറഞ്ഞ കാര്യം, സംഘാടന പക്ഷത്തുനിന്ന് പറഞ്ഞ കാര്യം ബോധ്യമുണ്ട്. പക്ഷേ എവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചർച്ച വേഗം കഴിയും. എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയ ചെറിയ മാറ്റങ്ങളല്ല. നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ആദ്യം പറഞ്ഞ പോലെ തന്നെ അവസരങ്ങൾ കുറവാണ്. നമുക്ക് ഒരു ബാഹുകൻ കെട്ടാനുള്ള അവസരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരുപാട് രാജീവൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ചെയ്തു. തൃപ്പൂണിത്തുറ വെച്ച് വിശ്വാസ് പാടി അത് 12 മണിക്കൂർ കൊണ്ട് എഡിറ്റ് ചെയ്ത് നമ്മൾ 4 ദിവസവും കളിച്ചു. 3 ദിവസം എൻ്റെ ഭാഗം മാത്രം ഞാൻ 10 മിനിറ്റ് കുറഞ്ഞുള്ളൂ, ബാക്കി എല്ലാവരും കൂടുതലായിരുന്നു. അപ്പം അത് പറ്റും പറഞ്ഞതല്ല. അപ്പം ഇത് ശരിക്കും ഒരു സമീപനമാണ് ഇപ്പം പറഞ്ഞത്. നല്ലൊരു സമീപനമാണ്. അല്ല, നിലവിലുള്ള ഇപ്പം ഈ കാദ്രവയുടെ അത് പറഞ്ഞതാണ്. അന്ന് അങ്ങനെ വിശ്വാസം പറഞ്ഞിട്ട് അങ്ങനെ പാടലുണ്ടായി. കൃത്യമായിട്ട് വേറൊരു തരത്തിൽ, കൃത്യമായിട്ടെന്നല്ല, നിലവിൽ അല്ലാത്ത രീതിയിൽ കുറച്ചും കൂടി നമുക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ പദം മുറിച്ചിട്ട് പാടലുണ്ടായി. അന്ന് ഈ നിലവിലുള്ള എല്ലാ പദങ്ങളും എല്ലാ രംഗങ്ങളും ചെയ്യുകയും അത് 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ കളിക്കുക എന്നുള്ളതും കൂടിയായിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. നിലവിലെല്ലാം ഉണ്ടായിരുന്നു. ചെറിയ പദങ്ങൾ ചില ഭാഗത്ത് എഡിറ്റ് ചെയ്തിരുന്നെങ്കിലും അപ്പോൾ അതിൽ അത് ഒരു വേറെ തരത്തിലുള്ള സമീപനമാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അത് നല്ലൊരു സമീപനമാണ്. കഥകളിയോടുള്ള സമീപനം, നളചരിത്രത്തിനോടുള്ള സമീപനവും അത് ഗുണം ചെയ്യും. ഇപ്പോൾ ആട്ടങ്ങളുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ മാറ്റങ്ങളല്ലാതെ നമുക്കൊന്നും വലുതായി മാറ്റാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഇപ്പോൾ വിശാഖ് പറഞ്ഞ പോലെ തന്നെ വിശാഖിന് കാണാനെങ്കിലും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഗോപിയാശൻ്റെ ക്ലാസ്സുകൾ എനിക്ക് കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല. ആശാൻ്റെ വേഷം കാണുന്നതല്ലാതെ ഇവരൊക്കെ പഠിക്കുമ്പോൾ അസൂയയോടെ നിൽക്കാന്നല്ലാതെ, കാരണം അസൂയ, നല്ല അസൂയയോടുകൂടി, നല്ല അസൂയ നല്ലതായിട്ടുള്ള അസൂയയോട് നിൽക്കാന്നല്ലാതെ നല്ല എന്താ പറയുക അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി സാധ്യതകൾ തേടണമെങ്കിൽ നമുക്ക് അവസരങ്ങൾ തേടി വരണം. അപ്പോൾ എൻ്റെ പക്ഷത്തുനിന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു കാവ്യം അല്ലെങ്കിൽ പുതിയൊരു സാഹിത്യം ആട്ടത്തിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ ഞാനതിൽ വിജയിക്കണം. ഞാനത് പല ആവർത്തി ചെയ്ത് ശീലിച്ച് ഇത് അരങ്ങത്ത് വിജയിക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിലേ ഞാനത് അരങ്ങത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ബോധ്യം ഉണ്ടാകുന്ന സമയം ആയിട്ടില്ല എന്നുള്ള എൻ്റെ ഒരു ഭാഗം. ചിന്തിക്കാനുള്ള സമയവും അങ്ങനെ കിട്ടിയില്ല. നമുക്കൊരു വേഷം കിട്ടുമ്പോഴാണ് നമുക്കതിന് ചിന്തിക്കാനുള്ള സമയം കിട്ടുക. എല്ലാ വേഷവും നമുക്ക് ചിന്തിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് പാകപ്പെടുത്തി വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് എടുത്ത് പ്രയോഗിക്കാനുള്ള കാലമായിട്ടില്ല. വേഷം വരുമ്പോൾ നമ്മൾ ചിന്തിക്കാം. നേരത്തെ പറഞ്ഞത് ഈ ചർച്ച അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോവില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സമീപനങ്ങൾ, ഇപ്പോൾ വാഷ്ണേനോടുള്ള സമീപനം,
ഇതൊക്കെ നളചരിത്രത്തിനെ ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കലാകാരന്മാർക്കുള്ള സമീപനം ഇതെല്ലാം നളചരിത്രത്തിനാണ് ഗുണം ചെയ്യുക. നളചരിത്രത്തിന് മാത്രമല്ല, കഥകളിക്കാണ് ഗുണം ചെയ്യുക. കഥകളി ഉണ്ടെങ്കിലേ കലാകാരന്മാരുള്ളൂ. അപ്പോഴേ ഈ നളചരിതക്കം ഉള്ളൂ, എല്ലാം ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് നമ്മൾ ആദ്യം റേഡിയോയിൽ കേട്ട് നല്ല ഇഷ്ടമായ ഒരു പാട്ട്, യേശുദാസും ചിത്രയും പാടിയ പാട്ട്, നമ്മളത് ദൃശ്യവൽക്കരിക്കുമ്പോൾ നമുക്ക് അയ്യേ എന്ന് തോന്നുന്നത് അതിൻ്റെ കോറിയോഗ്രാഫി കൊണ്ടാണ്. അത് അത്രയും ഭംഗിയായിട്ട് നമുക്കിപ്പോൾ നളചരിത്രത്തിലെ പദങ്ങൾ കേൾക്കുന്ന ഭംഗി ഉണ്ടാവില്ല ഒരു നടൻ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഊർജിതാശയെ കേൾക്കുന്ന ഭംഗി എനിക്ക് തോന്നുന്നില്ല ആര് ചെയ്താലും കിട്ടുമെന്ന്. അത് നടൻ്റെ കുഴപ്പമല്ലത്, അത് ആ കാവ്യഭംഗിയുടെ ഗുണമാണ്. അത്രയും മേളിൽ നിൽക്കുകയാണ് ആ കാവ്യഭംഗി. അതിന് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ലോകപാലന്മാരെ മുദ്ര കാണിക്കുന്ന പോലെ മര്യാദയ്ക്ക് അതിൻ്റെ അനുസരിച്ച് കാണിച്ച് അതിനൊക്കെ അന്വയിക്കാൻ പോയാൽ നമുക്ക് ഒരു അന്തവും കിട്ടില്ല, പാടുന്നവർക്ക് അതിനേക്കാൾ അന്തം കിട്ടില്ല, ആ രംഗം അങ്ങോട്ട് മോശമാവും. ഇപ്പോൾ രാജീവേട്ടന് അതിന് കയറി വരുന്നൊരു ഭാഗമുണ്ട്, വേർപാടിൻ്റെ തുടർച്ച ആണ് എന്നാണ്. ഈ തുടർച്ച അറിയണമെങ്കിൽ ഈ വേർപാട് എങ്ങനെയാണ് തീർന്നെന്ന് അറിയണം. കാരണം രണ്ടാം ദിവസം കഴിഞ്ഞിട്ട് ആ ദിവസത്തെ കളി തന്നെ അല്ല മൂന്നാം ദിവസം വെളുത്തളൻ. രണ്ടാം ദിവസം എന്നോ കഴിഞ്ഞതായിരിക്കും. ഈ രണ്ടാം ദിവസം കൃത്യമായിട്ട് അറിയുന്നവനെ, അല്ലെങ്കിൽ മൂന്നാം ദിവസം വെളുത്തളൻ്റെ പ്രവേശനത്തിന് തൊട്ട് മുമ്പ് എന്തായിരുന്നു ഇതിനു മുമ്പുള്ള നളൻ എങ്ങനെയാണ് പോയതെന്ന് അറിഞ്ഞാലേ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ചിന്തയാണ്. എനിക്ക് തോന്നുന്നത് ഒരു ആട്ടം കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ഒരു കഥകളിയിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഉണ്ടായിരുന്ന പദത്തിൻ്റെ ചെറിയൊരു മാറ്റമുള്ള അനുഭവം. ഇപ്പോൾ ബാഹുവിൻ്റെ പദം അതിൻ്റെ മന്ദിരത്തിൽ മുന്നേ പോലെ, ഈ മുന്നേ പോലെ എന്ന് കാണിക്കുന്നത് ഗോപിയാശാൻ കാണിക്കുന്നത് വെച്ചാൽ ഈ മുന്നേ എന്നുള്ള വാക്ക് വരുമ്പോൾ മുന്നേ, ആ മുന്നേക്ക് അത്ര പ്രാധാന്യമില്ല. ആ മുന്നേ നമ്മൾ ഉത്ഭവത്തിലെ മുന്നേ അല്ല അത്. അതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞാൽ ഈ താഴെ കിടക്കുക ഈ മുന്നേ. ഇത് മാറ്റിയാൽ ശ്രദ്ധിക്കും. മുൻപത്തെ കാലമല്ല, ആ ഒരു മുദ്രമാരി ശ്രദ്ധിച്ചു. പിന്നെ കാർബണിൻ്റെ അപ്പോൾ ചെയ്ത് മുന്നേ പോലെ മന്ദിരത്തിൽ ചെന്നുവാണ് കൊള്ളുവാനും. സാധാരണ കാണിക്കുന്നത് അവിടെ ചെന്ന് സിംഹാസനത്തിൽ ആരൂഢനായി ഇരുന്ന്. ഇതൊന്നും അല്ല അദ്ദേഹത്തിന് ചിന്ത. സിംഹാസനം, എന്ത് സിംഹാസനം ബാഹുകന്? പിന്നെ പത്നിയെ കാണല്, ആ പത്നിയെ കാണുകയും ദമയന്തിയെ കാണുന്നതും മക്കളെ ഒന്ന് ആലിംഗനം ചെയ്യാനും ശ്രമിക്കുന്ന ഒരു ബാഹുകനുണ്ട്. ഈ ബാഹുവിനെ തിരിച്ചറിഞ്ഞാൽ ഈ നളചരിത്രത്തിനോട് നമ്മൾ കാണിക്കുന്ന സമീപനം ഉണ്ടല്ലോ, അത് കലാകാരന്മാർക്കും മാറും, കാണുന്നവർക്കും മാറും. ഇത് കണ്ടാലല്ലേ മാറ്റം ഉണ്ടാവുള്ളൂ, ചെയ്താലല്ലേ മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്താലല്ലേ അവർ കാണൂ. അതെ, അത് ചെയ്തു, അതിന് അവസരം വരണ്ടേ. നമുക്ക് തോന്നുന്നു, എനിക്ക് പലപ്പോഴും ഓർമ്മ പശക്ക് ഒരുപാടുള്ള ആളാണ് ഞാൻ. പ്രത്യേകിച്ച് കളി പഠിക്കാത്തതുകൊണ്ട് ഒരു തവണ നമ്മൾ ചെയ്യണമെന്ന് എന്താ പറയുക അതിയായി ആഗ്രഹിച്ചാലും ചില ചെറിയ സാധനങ്ങൾ എനിക്ക് ചെറിയ സാധനങ്ങളൊക്കെ വലിയ കാര്യം കേട്ടോ. ചെറിയ സാധനങ്ങളാണ് വലിയ കാര്യങ്ങൾ, ചില നിശബ്ദതകൾ. പക്ഷേ ഇത് കളി കഴിഞ്ഞാൽ ഓർമ്മ വരൂ. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് ഒരു വ്യാഴവട്ടക്കാലം കഴിയണം നമുക്കൊരു ഭാഗം കിട്ടാൻ. അപ്പോൾ ഇത് മറന്നിട്ടുണ്ടാവും. ഒരു ദിവസം മുമ്പേ ആലോചിച്ചത് ഓർമ്മയില്ല, പിന്നെയാണ് അടുത്ത ഭാഗത്ത് ഓർമ്മ വരിക. ഇത് അവസരം ആണ് ഏറ്റവും വലുത് കലാകാരന്. അത് മുരളി മാഷൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവസരത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടോ. വൈശാഖ് പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെ എനിക്കും പറയാനുള്ളത്, നമ്മൾ ഒരു വേഷം കെട്ടുമ്പോൾ ആലോചിച്ചുണ്ടാക്കിയ സാധനങ്ങൾ ആദ്യമായിട്ട് നമ്മൾ സ്റ്റേജിൽ കയറി കളിക്കുമ്പോൾ കാണിച്ചാൽ പാളിപ്പോവുള്ളൂ, തീർച്ചയാണ്. പ്രത്യേകിച്ച് അതിനായിട്ടൊരു കളരി പാഠം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ, അപ്പം ഞങ്ങൾ രണ്ടാളുമാണ് അതിൽ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ. അപ്പം അത് ആദ്യം കിട്ടുമ്പോൾ നമ്മൾ ആ രീതിയിൽ ചെയ്യും. പക്ഷേ രണ്ടാമത് കിട്ടുന്നച്ചാൽ ഈ പറഞ്ഞമാതിരി 14-16 കൊല്ലം കാത്തിരിക്കേണ്ട അവസ്ഥ. എങ്കിലും ചില വേഷങ്ങളിൽ പറ്റുന്ന സ്ഥലമാണ് വെച്ചാൽ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദമയന്തി എടുത്ത് പറഞ്ഞത്. 1-2 പ്രാവശ്യമെങ്കിലും കെട്ടാൻ അവസരം കിട്ടുന്നതുകൊണ്ടാണ്. ഇതുപോലെ ഉള്ളൊരു ദമയന്തിയാണ് 4-ാം ദിവസം. നമ്മൾ ആദ്യത്തെ രംഗം ഇപ്പോൾ കാണുന്നത് വേഷത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വൈശാഖ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയും. 4-ാം ദിവസം തുടങ്ങുന്ന ദമയന്തി ഞാൻ കാണാൻ തുടങ്ങിയ മുതൽക്ക്
ഒരുവിധപ്പെട്ട ദമയന്തിമാരെല്ലാം തേരിൻ്റെ ശബ്ദം കേട്ട് ആണ് തുടങ്ങാറുള്ളത്. രാജീവേട്ടനാണ് ഇപ്പോൾ ഒരു മാറ്റം പറഞ്ഞത്. എനിക്ക് ചില സംശയമൊക്കെ തോന്നുന്നു, ഞാൻ നിന്നോട് പറയട്ടെ എന്ന് ചോദിച്ച് രാജീവേട്ടൻ തുടങ്ങാറുണ്ട് പറഞ്ഞു. പക്ഷെ തേരിൻ്റെ ശബ്ദം കേട്ടാൽ പിന്നെ വീണ്ടും നാദം അസാരം കേൾക്കായി രഥകേതു ഇതല്ലോ കാണായി എന്ന് പറയുന്നുണ്ട്. 2 പ്രാവശ്യം കാണിക്കുമ്പോൾ ആവർത്തന വിരസത വലിയൊരു വിഷയമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യം ഞാൻ 4-ാം ദിവസം ഉണ്ടായപ്പോൾ ഒന്ന് കാണിച്ച് നോക്കിയിട്ടുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ശ്രദ്ധിക്കാൻ പാകത്തിനുള്ളവരൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു. അപ്പോൾ അത് ഒന്നുമില്ല, സുദേവൻ ഇവിടുന്ന് പുറപ്പെട്ട് 3 ദിവസമായി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരുന്നത്. ഇപ്പം ശ്ലോകം, ആ രംഗത്തിൻ്റെ ശ്ലോകം വായിച്ചു നോക്കുമ്പോഴും അധ ദമയന്തി താൻ അഖിലമേവ സുദേവ മുഖാത് ദ്രുതമൃദുവർണ്ണൻ ഇന്ന് വരുമെന്നുപകർണ്യ. ഈ സുദേവൻ്റെ മുഖത്ത് നിന്ന് എങ്ങനെ ദമയന്തി വിവരം അറിഞ്ഞു എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം ഉത്തര കോസല രാജ്യം ദ്വിത്രിദിന പ്രാപ്യമാണ്. അവിടെ ചെന്ന് നാളെ വിവാഹമെന്ന് പറയുന്നു, സന്ധ്യയ്ക്ക് മുൻപ് അവിടെ പോരുന്നു, സന്ധ്യയ്ക്ക് മുൻപേ കുണ്ടിനത്തിലെത്തുന്നു. അതിനു മുമ്പ് ഒരു കാരണവശാലും സുദേവൻ എത്തില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, സുദേവൻ പോകുന്ന സമയത്ത് പറഞ്ഞതാണ് ദമയന്തിയുടെ സന്ദേഹം തീരാനുള്ള കാരണം. കാരണം താല്പര്യം മറ്റൊന്നില്ല, മേൽപ്പുടവ എടുക്കണം എന്ന ഒറ്റ വാക്കാണ് സുദേവൻ പറഞ്ഞിട്ടുള്ളത്. അന്ന് മുതൽ ഈ 3 ദിവസത്തിന് വേണ്ടി ദമയന്തി കാത്തിരിക്കുന്നു. അതിൻ്റെ തുടർച്ച എന്നോണം ഈ രംഗം തുടങ്ങുന്നു. അപ്പോൾ സുദേവൻ പുറപ്പെട്ട 3-ാം ദിവസം ഇവളുടെ സന്ദേഹം തീർന്നു. അത് ഊട്ടി ഉറപ്പിക്കാൻ പാകത്തിന് നാദം അസാരം കേൾക്കായി രഥകേതു കണ്ടു. ഈ രീതിയിലാണ് അതിന് കൂട്ടി യോജിക്കാറ്. മാത്രമല്ല, ഇപ്പോൾ ഞാനടക്കമുള്ള ദമയന്തിമാരെല്ലാം തീർന്നു സന്ദേഹം രംഗം തുടങ്ങാറുള്ളത് തന്നെ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ്. അങ്ങനെ കണ്ടിട്ടുള്ളതും കണ്ട് ശീലിച്ചിട്ടുള്ളതും. പക്ഷെ ഇപ്പം ഇതിന് ഈ ചർച്ചയ്ക്ക് വേണ്ടി എടുത്തു നോക്കുമ്പോഴാണ് ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, രഥഹയ ഹേഷകേട്ടുദിത തോഷമുവാച സഖി. എത്ര ദമയന്തിമാർ ഇപ്പോൾ സന്തോഷത്തോടു കൂടി തീർന്നു സന്ദേഹം എന്ന് പറയുന്നുണ്ട് എന്നറിയില്ല. രാജീവേട്ടനോട് സംസാരിച്ചപ്പോൾ രാജീവേട്ടൻ പറഞ്ഞു, ഞാൻ സങ്കടം കലർന്ന സന്തോഷത്തിൽ അത് അഭിനയിക്കാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം അടുത്തൊന്നും രാജീവേട്ടൻ്റെ കാണാൻ പറ്റിയിട്ടില്ല. ഈ സന്തോഷം അതേപോലെ പോയി വൈരസേനി ഇല്ല നീരസമായി മുതൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായി സങ്കടപ്പെടുന്ന ദമയന്തിക്കാണ് സാധ്യത കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ ഭൂതലനാഥൻ എൻ നാഥൻ വന്നു കോസലനാഥന് സൂതൻ എന്ന് പറയുമ്പോൾ സങ്കടത്തേക്കാൾ കൂടുതൽ ഇവൾക്ക് സന്തോഷമാണ്. കാരണം ആ സൂതനായി ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് ഭർത്താവിനെ തിരിച്ചു കിട്ടിയത്. ഇത്തരം ചിന്തകൾ കൂടെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോയത്. ഇനി ആ വേഷം കൂടുതൽ കൈകാര്യം ചെയ്ത് ആദിത്യനോട് ചോദിച്ചു. ഒരു പഠിതാവ് എന്നുള്ള നിലയിൽ നളയരത്തിന് മുൻപ് കളയിൽ നിന്നും പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും മുന്നോട്ട് പോകെ അതിലെ ഓരോ വേഷങ്ങൾ വീണ്ടും കൈകാര്യം ചെയ്യും തോറും അന്ന് ഉപയോഗിച്ചിരുന്ന മുദ്രകൾ, അല്ലെങ്കിൽ ഒരു പദത്തിന് ഉപയോഗിച്ചിരുന്ന നിശ്ചിത അർത്ഥത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മുദ്രകൾ മാറ്റണം എന്നുള്ളൊരു ബോധ്യം തോന്നാറുണ്ട്. നേരത്തെ രാജീവേട്ടൻ പറഞ്ഞതുപോലെ ഇന്ന ആൾ എഴുതി വെച്ചതോ ഇന്ന ആൾ കാണിക്കുന്നതോ ആയിട്ടുള്ളത് വേണ്ട. നമുക്ക് വായിച്ചറിഞ്ഞിട്ടുള്ളതും നമ്മളുടെ ബുദ്ധിയിൽ തന്നെ ഉണർന്നിട്ടുള്ളതുമായിട്ടുള്ള ആശയങ്ങളെ വ്യക്തതയോടെ പ്രകാശിപ്പിക്കാൻ സാധിച്ചാൽ മതി എന്ന് എപ്പോഴും തോന്നാറുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ മുൻപ് പഠിച്ചിരുന്ന സമയത്ത് കെട്ടിയിരുന്ന നളയരത്തിലെ ഓരോ വേഷങ്ങളും ഇപ്പോൾ ചെയ്യുമ്പോൾ വീണ്ടും ഒരു വായനയ്ക്ക് വിധേയമാക്കിയിട്ട് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇന്ന മുദ്രകൾ മാറ്റണമെന്നും തോന്നാറുണ്ട്. അപ്പം അത് തന്നെയാണ് പ്രദീപേട്ടനും പറഞ്ഞത്. ഈ വാസുപുഷാരഡേസിനെ പോലുള്ളവർ എപ്പോഴും പറയുന്നതായിട്ട് കേട്ടറിഞ്ഞിട്ടുണ്ട്, ആട്ടക്കഥാ പുസ്തകം എപ്പോഴും വായിക്കണം. ഒരു കളിക്ക് പോകുന്നതിന് മുൻപേ ഏത് കഥയിലാണോ നമ്മൾ പങ്കെടുക്കുന്നത് ആ കഥ മിനിമം 1-2 തവണയെങ്കിലും അതിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും പദങ്ങളിലൂടെയും അതിലുപരിയായി ശ്ലോകങ്ങളിലൂടെയും നമ്മളൊന്ന് കടന്നു പോയിരിക്കണം. അപ്പോൾ ഉറപ്പാണ് നമ്മളുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം എപ്പോഴും നമ്മൾ 4-ാം ദിവസത്തിൽ തുടക്കത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ശ്ലോകമാണ് പ്രദീപേട്ടൻ ഇവിടെ പറഞ്ഞത്. പക്ഷെ നമ്മളെല്ലാവരും അത് നോട്ട് ചെയ്യപ്പെടുന്നത്, ഒരു പക്ഷേ നോട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ്.
അപ്പം എന്ന് പറഞ്ഞതുപോലെ ഓരോ ശ്ലോകത്തിനെയും ഓരോ പദത്തിനെയും ഒരു പഠനവിധേയമായി കണക്കാക്കിയാൽ നമ്മൾക്ക് ഇനിയും അതിനകത്ത് നവീനങ്ങളായ ആശയങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും പദത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ആശയങ്ങൾ കാണിക്കുന്നതാണ് ഈ ആട്ടങ്ങൾ. അപ്പം അതിൻ്റെ കാര്യത്തിൽ നമ്മൾ മുൻപ് കാണിച്ചു വെച്ചതിനേക്കാളും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ എപ്പോഴെങ്കിലും അവസരങ്ങൾ കിട്ടുമ്പോൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ സ്വന്തം തോന്നുന്നത് അതൊക്കെ വെറുതെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് എന്ന് സ്വയം തോന്നാറുണ്ട്. കാര്യം സ്വയം പരാജയപ്പെട്ടു എന്നുള്ളൊരു തോന്നലാണ് അതിലൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം രാജീവേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ നളചരിതമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തന്നെ കാണിച്ചാലും അതൊരു ഒടുവിൽ ഗോപിയാശാൻ എന്നൊരു ബിന്ദുവിലേക്ക് ചെന്ന് അവസാനിക്കുന്ന ഒരവസ്ഥ. അപ്പം നളചരിതത്തിനെ കുറിച്ച് പറഞ്ഞാലും ഗോപിയാശനെ കുറിച്ച് പറഞ്ഞാലും അവസാനമില്ല. അത് പറഞ്ഞ പോലെ തന്നെ ബാഹുകനായിട്ടും നളനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് തന്നെ ആശയങ്ങൾ ഉണ്ടാക്കിയാലും നമ്മൾ പുതിയതായിട്ട് എന്തൊക്കെ കാണിക്കാൻ ശ്രമിച്ചാലും അതിലൊക്കെയും ഒരു ഗോപിയാശാൻ സ്പർശം വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചാലക്കുടി ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു നളചരിതം കഥയുടെ കാര്യം ആലോചിക്കുകയാണ്. സമ്പൂർണ്ണമായിട്ടുള്ള 4 ദിവസവും സമ്പൂർണ്ണമായിട്ട് കളിച്ച ഒരു കളിക്ക് മാഷ് എന്നെ വിളിച്ചൊരു വേഷം ഏൽപ്പിച്ചു, രാക്ഷസ ദാനവന്മാർ. അപ്പം ഞാൻ മാഷിനോട് തിരിച്ചു ചോദിച്ചത്, മാഷ് ഇത് നളചരിതമല്ലേ, അതിനകത്ത് എവിടെയാണ് രാക്ഷസനും ദാനവനും? എൻ്റെ അറിവ് ശരിയാണ്, എൻ്റെ ഡിഗ്രി 1-ാം വർഷം ഞാൻ പഠിക്കുമ്പോഴാണ്. അപ്പം നളചരിതത്തിനകത്ത് ഋഷഭം കെട്ടി അങ്ങനെ വളർന്നു വരുന്ന പ്രായമായിട്ടേ ഉള്ളൂ ആ സമയത്ത്. അതിൽ മേളിലേക്കുള്ള വേഷത്തിലേക്കൊന്നും കൈവച്ചിരുന്നില്ല. പക്ഷേ അന്ന് ഞാൻ അവിടുന്ന് പന്മന പ്രശാന്ത് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ആ പുസ്തകം എടുക്കുകയും എനിക്കറിയാവുന്ന എല്ലാവരോടും ചോദിച്ചിട്ടും അവർക്കാർക്കും ഇതിനെപ്പറ്റി യാതൊരു പിടുത്തവും ഇല്ല. അന്ന് വീഡിയോസ്, യൂട്യൂബ് വീഡിയോയോ മറ്റുള്ള കാര്യങ്ങളോ, ഇപ്പോഴും ഞാൻ അങ്ങനെ അധികം വീഡിയോ ആശ്രയിക്കാറില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അവൈലബിൾ അല്ലായിരുന്നു അന്ന്. പിന്നെ എവിടെ നിന്നൊക്കെയോ കുറേ ആൾക്കാർ പറഞ്ഞ അവർ കണ്ട ഒരറിവ് വെച്ചിട്ട് രാക്ഷസൻ കത്തിയും ദാനവൻ താടിവേഷമാണെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അനന്തുവിനെ ഏൽപ്പിച്ചു. അത് ഞാൻ തന്നെ അങ്ങ് കോറിയോഗ്രാഫി ചെയ്തു. അതായത് കള്ളൂടി സഭയിലേക്ക് വരുന്ന ദാനവന്മാരുടെ കള്ളൂടി സഭയിലേക്ക് വരുന്ന രാക്ഷസൻ അവരെ ശാസിച്ച് ദമയന്തി സ്വയംവരത്തിന് കൊണ്ടുപോകുന്നതാണ് സന്ദർഭം. അപ്പോൾ അത് ചെയ്യേണ്ടി വന്നതുപോലെ നളചരിതത്തിൽ ഓരോ മേൽപ്പടിയായിട്ട് നമുക്ക് ഓരോ വേഷങ്ങൾ കെട്ടാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴാണ് കൂടുതലും ഈ വിഷയമായിട്ട് നമ്മൾ സമീപനം എന്ന് പറയുന്ന തരത്തിലേക്ക് പോകുന്നത്. പിന്നെ കണ്ട് ശീലമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം സുദേവം വന്ന് 108 തവണ പാടിക്കുക, 250 തവണ പാടിക്കുക, അങ്ങനെ പഠിച്ച് ആൾക്കാരെ മടുപ്പിച്ച് നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെ പറയുന്ന കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ. അത് അങ്ങനെയുള്ള ഒരു അനൗചിത്യങ്ങൾ ഒഴിവാക്കി കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല ഈ വീഡിയോ നമ്മളിപ്പോൾ ഒരു പുതിയ കഥാപാത്രം കിട്ടി, നളചരിതമായിക്കോട്ടെ മറ്റേത് കഥയായിക്കോട്ടെ, ഇവിടെ അതിനോടനുബന്ധിച്ച് വേറൊരു കാര്യം കൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പീശപ്പള്ളി രാജീവേട്ടൻ്റെ ഒരു കീചകൻ കാണാനായിട്ട് മുരളിമാഷിനെ വിളിച്ചിട്ട് വേലൂർ അമ്പലത്തിൽ, അതും PG പഠിക്കുന്ന സമയത്ത് പോയിരുന്നു. അപ്പം എന്നെ കീചകൻ ചൊല്ലിയാടിച്ച സമയത്ത് മതോൽക്കടൻ്റെ രംഗം ആശാൻ അത് ചൊല്ലിയാടിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ആൾക്കാരും ചെയ്യുന്നത് ഞാൻ അരങ്ങത്ത് കണ്ടിട്ടില്ല. പക്ഷേ ആ ഹരിണാക്ഷി കഴിഞ്ഞിട്ട് ആ സൈരന്ധ്രയെ ഓടിച്ച് ഒരു വഴി കൂടെ സൈരന്ധ്ര ഓടിപ്പോവുകയും കീചകൻ ചെന്ന് ആലിംഗനം ചെയ്യുന്നത് സൂര്യദേവൻ അയച്ച മതോൽക്കടനയാണ്. അത് രാജീവട്ടം കാണിക്കുന്നത് ഞാൻ അന്ന് കണ്ടു. ഞാൻ അതിനും 4-5 വർഷം മുമ്പേ ചൊല്ലിയാടി പഠിച്ച സാധനം അദ്ദേഹം സ്റ്റേജിൽ ചെയ്യുന്ന കണ്ടു. നമുക്ക് അത് കൂടുതൽ കണക്ട് ചെയ്യാൻ തോന്നി.
എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഈ വിഷയങ്ങളുടെ കാര്യം. ഇപ്പം ഞാൻ മുമ്പിലിരുന്ന അബദ്ധമായി തോന്നി. ഇവരിങ്ങനെ എൻ്റെ പേരിങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അവസരം കിട്ടിയാൽ അല്ലേ കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ചിന്ത മാറ്റണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാനൊക്കെ 2-ാം ദിവസം വീട്ടിൽ എത്ര ചൊല്ലിയാടിന് ശേഷമാണ് അരങ്ങത്ത് കളിച്ചതെന്നറിയോ? ഭാര്യ അപ്പുറത്ത് നിർത്തും, ചിലപ്പോൾ അവളെ എണീറ്റ് പോയിട്ടുണ്ടാവും, എന്നാലും ഞാൻ അവിടെ നിന്നൊരു കുവലവിലോ അതിനെ ചൊല്ലിയാടിയിട്ടാണ്. അപ്പം നമുക്ക് എപ്പോഴാണ് ഇത് വരിക എന്ന് വെച്ചില്ലേ? പണ്ട് കുമാരനാരാശൻ പറഞ്ഞിട്ടുണ്ട് അത്രേ, കോട്ടയം കഥകൾ ചൊല്ലിയാടിക്കുമ്പോൾ ഇതിപ്പോൾ അരങ്ങത്തൊക്കെ വേണ്ടി വരുമെന്ന് വെച്ചില്ല, പക്ഷേ നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പം നിങ്ങൾക്ക് അവസരം കിട്ടുന്ന സമയത്ത് ഇത് പഠിച്ച് അവതരിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഒരാൾ പ്രത്യേകിച്ച് നളചരിതം ഒരാൾ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ഇതല്ലാതെ അതിന് വേറൊരു പാഠത്തിന് സാധ്യതയുണ്ടല്ലോ എന്ന് തോന്നിയാൽ അത് ആലോചിക്കുകയും പിന്നെ എപ്പോഴെങ്കിലും കിട്ടുന്ന അവസരത്തിൽ ചെയ്യുകയും വേണം. അതിനുള്ള സാധ്യത നളചരിതത്തിലുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഈ ഇപ്പോൾ വൈശാഖ് പറഞ്ഞൊക്കെ നല്ല ഉദാഹരണമാണ്, പ്രദീപം പറഞ്ഞതും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കി, പുതിയത് ചെയ്യുമ്പോൾ പരാജയം കൂടി നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെ ഉത്തരവാദിത്തമുണ്ട് നമുക്ക്. എപ്പോഴും ജയിച്ചോളണം എന്ന് വിചാരിക്കാൻ പറ്റില്ല. തോൽവിയും കൂടി അതിൻ്റെ മറുഭാഗമായിട്ട് പ്രതീക്ഷിക്കണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു അരങ്ങ് ശ്രദ്ധിച്ച ഒരാളോ 2 ആളോ പറയുമ്പോഴാണ് അതിന് തുടർച്ച ഉണ്ടാവുന്നത്, അതിന് പടർച്ച ഉണ്ടാവുന്നത്. ആ നിലയ്ക്കുള്ള ശ്രമം നടത്താൻ നളചരിതത്തിൽ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. നീരജ് കലിയുടെ ഇതിലുണ്ടാക്കിയ പുതിയ ആട്ടം അത് പുതിയ സൂചനയാണ്. അതായത് പുതിയൊരു കലി ഉണ്ടാകുന്നു തന്നെയാണ് നളചരിതത്തിൽ. പുതിയൊരു പാഠം ഉണ്ടാകുന്നു, ഒരു പുതിയ അരങ്ങ് പാഠം ഉണ്ടാകുന്നു. അത് നമുക്ക് എന്തെങ്കിലും ഇനി അടുത്തൊരു കലി കിട്ടുന്ന അവസരത്തിലേ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുകയല്ലോ. പിന്നെ അടുത്തൊരു കലിക്ക് നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ അഡീഷണൽ വരും. നമ്മളൊന്ന് ഒരിക്കൽ കിട്ടിയ അപ്പം ആ നിലയ്ക്ക് നളചരിതത്തിന് ഇനിയും സാധ്യതയുണ്ട്. നമ്മുടെ പുതിയ ഒരു അരങ്ങ് അവതരണത്തിന് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇതുവരെയുള്ള ചർച്ചയിൽ നിന്നും നമുക്ക് തോന്നിയിട്ടുള്ളത്. അടിമുടി ഉള്ള പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മുദ്രകൾ തെറ്റായി കാണിക്കാതിരിക്കുക, അത് അർത്ഥം വ്യക്തമല്ലാത്ത രീതിയിൽ അന്വയിച്ചില്ലെങ്കിലും വിരോധമില്ല, നെഗറ്റീവ് അർത്ഥമായി പോലും. ഇപ്പോൾ അനുചിതമല്ലെന്നു മുനിവചനേന മന്യേ, അതിപ്പോൾ ചില നളന്മാരിത് കാണിച്ചിട്ട് എവിടെ പുസ്തകത്തിലുള്ളത് വേണം, അദ്ദേഹത്തിൻ്റെ വേണം, സ്വന്തം വേണം എന്ന് അറിയിക്കുമ്പോഴേ അനുചിതമല്ലെന്നു ഇല്ലായിക എന്ന് പറഞ്ഞ ചയലാവും. അപ്പം അങ്ങനത്തെ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ ഉള്ള ശ്രമങ്ങളും കൂടി പുതിയ തലമുറയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോഴേ നളചരിതത്തിൽ പുതിയ വായന ഉണ്ടാവുള്ളൂ. ആ നിലയ്ക്കാണ് ഈ ചർച്ച നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി ചില കൂട്ടിച്ചേർക്കലും കൂടി ആവാം. അടുത്തത് നീരജ് സംസാരിക്കും. അല്ല, ഇനി വേറെ ആളുകൾ എല്ലാവരും ഉണ്ടല്ലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കും. മാഷോ അനിയേട്ടനും ഒക്കെ ഉണ്ട്, രമേശേട്ടനൊക്കെ. അപ്പം അതിന്ന് എല്ലാം കിട്ടുമോ നോക്കട്ടെ ഞങ്ങളെ. എനിക്ക് ഈ കൂടുതൽ പരിചയമുള്ള ചെറുപ്പക്കാർ വേഷക്കാരെയാണ്. അതിലൊരു 5 ഇവിടെയും 1 ഇവിടെ ആയിട്ട് ഒരു 6 എൻ്റെ കാഴ്ചയിൽ ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇപ്പം നമ്മളിവിടെ ഉദ്ദേശിച്ച കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇവരെ ഒന്ന് വിലയിരുത്താൻ പോവുക. ആ തലക്കേന്ന് തുടങ്ങാം, സീനിയോറിറ്റി നോക്കണില്ല. അയാളുടെ വേഷം കണ്ടതിലൊക്കെ ഈ നളചരിതത്തിന് മാത്രമേ ഇവർ പേടിക്കണുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. എനിക്ക് ഇപ്പം പറയാവുന്ന ഒരു 15 പുതുമ എണ്ണി പറയാവുന്ന വിവിധ കഥകളിലെ അവതരണം ആദിത്യൻ്റെ വേഷങ്ങളിൽ കണ്ടത് ഓർമ്മയിലുണ്ട്. ഒരാളെ പറയുമ്പോൾ 1 എങ്കിലും പറയാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ഒരു കുചേലവൃത്തത്തിൻ്റെ അവസാനം മറക്കാൻ പറ്റാത്തതാണ്. ഒരൊറ്റയാളും വേറെ ചെയ്ത് കണ്ടിട്ടുമില്ല. കുചേലവൃത്തം അവസാനിക്കുക ധനാശി, ആ അവസ്ഥയിലാണ് അവരാട്ടം. അത് വിശദീകരിക്കുന്നതിന് വലിയ അർത്ഥമില്ല. കാരണം പണ്ട് കുട്ടിയായിരുന്ന കാലത്ത് അമ്മ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ചെയ്തതിൻ്റെ അനുഭവം കൂടി ചേരുമ്പോഴാണ് പുതുമയുടെ പ്രത്യേകത. അമ്മ പണ്ട് എന്നെ പിടിച്ച് കെട്ടാൻ നോക്കി, കയറിന് നീളം പോരാ, പിന്നെ അമ്മയല്ലേ എന്ന് തിരിച്ച് കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. 2ാമത് സഭയിലത്തെ കഥ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്കറിയണമല്ലേ. അവൻ ഒന്നും നടന്നില്ല. ഇപ്പോൾ കയറില്ലാണ്ട് എന്നെ ഇവിടെ പിടിച്ച് കെട്ടി, എനിക്ക് ഇത് മോചനവും ഇല്ല, പോണു ഒരാൾ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ പുതുമയ്ക്കൊന്നും ഒരു ക്ഷാമം ഇവർക്കില്ല. മിനിയാന്ന് 4 നാൾ അല്ലേ, എന്നാൽ 30-ാം തീയതി
30-ാം തീയതി ഞാനൊരു ഇയാളുടെ ഒരു ദമയന്തി, 1-ാം ദിവസം ദമയന്തി തിരുവനന്തപുരത്ത് കണ്ടു 2 ദിവസം മുമ്പ്. ഇയാളെ ഇരുത്തി പറയണത് കഷ്ടമാണെങ്കിലും അതായത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ധരിക്കാന്ന് പറഞ്ഞൂടാ, എൻറ്റയർലി ഡിഫറൻ്റ് ആയ ദമയന്തി. ഒരു 8-10 കാര്യങ്ങളെങ്കിലും നമ്മൾ കാണാത്ത കാര്യങ്ങളിൽ ആ സമീപനം. അതിൽ സാരി നടക്കുമ്പോൾ ഇടയ്ക്ക് ആ അതിൻ്റെ ആ ഗ്രൂപ്പിൽ നിന്നൊന്ന് ഒഴിവായിട്ട് ചെറുത് മറ്റേ വൈശാഖ് പറഞ്ഞ ശരിയാണ്, കുഞ്ഞു കാര്യങ്ങൾക്ക് ഭംഗി. അടിയമരം മാറ്റാൻ പോണേന്ന് ഒരു സുഖമില്ല. അത് തുടങ്ങിയിട്ട് ഈ നേരത്തെ ഇവർ സംസാരിച്ചിരുന്നു, അതിലത്തെ ഹംസായിരുന്നു വിശാഖ്. ബ്യൂട്ടിഫുൾ, 1 തരം എന്ന് പറഞ്ഞാൽ 1 തരം. അവിടെയും നമ്മൾ കണ്ടിട്ടുള്ള ഹംസത്തിനെ അല്ല അന്ന് കണ്ടത്. ഇവർ 2 ഇപ്പോൾ ഇവിടെ ചേർത്ത് പറയാം, ഒരുമിച്ച് കഴിയാൻ വേണ്ടി പറയാം. ഇയാളുടെ ഒരു പരശുരാമൻ പണ്ടത്തെ എൻ്റെ മനസ്സിലുണ്ട്. അന്നിപ്പോൾ ആദ്യത്തിന് കാണാൻ അവസരം ഉണ്ടാവില്ല, ആദ്യത്തിനും മറ്റേ അരുൺ രാജൊക്കെ അപ്പുറത്ത് വേഷം കിട്ടുമായിരിക്കും. ആ പരശുരാമനിലുള്ള വ്യത്യാസങ്ങൾ ഒരു 10 ഞാൻ ചെയ്തു വെച്ചു. കാരണം അന്ന് ഇയാൾ എത്ര വയസ്സുണ്ടാവുള്ളൂ? ഒരു 18 വയസ്സ് അല്ലേ, അത്രേ ഉണ്ടാവുള്ളൂ. അന്ന് ചെയ്ത പരശുരാമനിൽ നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു 10 കൂട്ടം മാർക്ക് ചെയ്തത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് തന്നെ ഇപ്പോൾ പ്രദീപിൻ്റെ കാര്യം പറഞ്ഞു. വൈശാഖിനെ കുറിച്ച് ധാരാളം വേഷങ്ങൾ പറയുകയാണെങ്കിലും മനസ്സിൽ തട്ടി ഒരൊറ്റെണ്ണം പറയാം. പീശപ്പള്ളി രാജാവ് ഇരിക്കുന്നോട്ട് പറയാൻ നിർത്തില്ല, അയാൾ ചെവി പൊത്തി പിടിച്ചോട്ടെ. രാജശേഖർ സാറിൻ്റെ ഒരു കഥയുണ്ട്, വിഷാദവൃത്തം, അർജുന വിഷാദവൃത്തം. അതിലെ അർജുനന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. സർവ്വ അർജുനന്മാരും മണ്ടന്മാരാണ്. കാരണം ആ ആദ്യത്തെ വേഷം എന്താ അത്, ജയദ്രഥം കിട്ടിയാൽ മതി മര്യാദയ്ക്ക്. കാരണം ആ ജയദ്രഥം കഴിഞ്ഞ ആൾക്കാരെ വഴിക്ക് പോകും, അർജുനൊന്നും ആർക്കും വേണ്ട. അപ്പോൾ ഒരർജുനനും ശോഭിക്കാണ്ട് വലിയ ആൾക്കാരും കിട്ടിയിട്ടുണ്ട്. ശോഭിക്കാതെ കണ്ട് മടുത്തിരിക്കുമ്പോഴാണ് ചെങ്ങന്നൂർ അന്നോണു അല്ലേ, ചെങ്ങന്നൂര് ഇയാളുടെ ഒരു അർജുനൻ ഉണ്ടായി. അന്നത്തെ ജയദ്രഥനൊന്നും അർജുനൻ്റെ മുമ്പിൽ ഒന്നല്ലാത്ത വിധം ഇതിനെ ആ ഉള്ള കഥകളി വെച്ച് പുതുക്കിയ കുറേ സംഗതികളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വിശദീകരിച്ചത് പീശപ്പള്ളി, അന്നത്തെ ജയദ്രഥൻ പീശപ്പള്ളി ആയിരുന്നു തോന്നുന്നു. അല്ല ആയത്തിനായിരുന്നു. അതെ. അപ്പം ജയദ്രഥന് മുകളിലൊരു അർജുനനെ കാണാൻ കൊതിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ബാക്കിയുള്ളതൊക്കെ ജയദ്രഥനിൽ തീർന്നു, പിന്നുള്ളത് എന്തോ കഴിയാനുള്ള ഒരു സാധനം എന്നുള്ള നിലയ്ക്കാണ്. ആ പുതുമയ്ക്ക് അതിനും പറ്റും. ഇദ്ദേഹത്തിൻ്റെ കാര്യം അത് മൊത്തം പുതുമയാണ്. മറക്കാത്തൊരു സാധനമുണ്ട്, ത്രികർത്തൻ എന്താ ചെയ്യണമെന്നറിയോ? ഈ ബാക്കിയുള്ള ത്രികർത്തന്മാരൊക്കെ കള്ളന്മാരല്ലേ, കള്ളന്മാരെ മിന്നാമിനെ കൊണ്ടുപോകണു, അറിയാണ്ട് പോണു, പറ്റിക്കണു. ഇതിൻ്റെ അവസാനം നേരെ വക്കോത്തൂറിനെ അങ്ങോട്ട് തീയിടണം. ആലോചിച്ച് നോക്കൂ, മറ്റേ പശുവിൻ്റെ കൃഷിയാണല്ലോ, വക്കോത്തൂറിന് തീയിട്ടിട്ട് ഇവിടെ വന്ന് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു എന്നുറപ്പിച്ചാണ് തിരിച്ചു പോണേ. വിജയശ്രീലാളിതനായിട്ട്, മറ്റേ ഇയാളുടെ ചട്ടയം കണ്ട് പേടിച്ചൊന്നല്ല പോണേ. അപ്പോൾ ഇവരൊക്കെ എനിക്ക് തോന്നണത് ഈ നളചരിതം വരുമ്പോൾ മാത്രം 2 തരം ഭയപ്പാടുകളാണ്. ഒന്ന് ഈ സാഹിത്യത്തിൻ്റെ, നേരത്തെ പീശപ്പള്ളി രാജീവൻ സൂചിപ്പിച്ച സാഹിത്യത്തിൻ്റെ വൈവിധ്യം, വാക്കുകളിലും അരങ്ങിലൊക്കെ ഉള്ളത് നമ്മളെ പറ്റിക്കുമോ ഒന്ന് പേടിയോ. ഇപ്പോൾ ഒരു കൃത്യമായ ഒരു ക്ലാസ് ഇവർക്കും കിട്ടുന്നില്ല, അതുകൊണ്ട് പ്രശ്നം. പിന്നെ അവസരത്തിൻ്റെ കഥ പറഞ്ഞു, അതും ശരിയാണ്. അപ്പം അതുകൊണ്ട് ഈ പൊട്ടൻഷ്യൽ ഉള്ളവർ എങ്ങനെ ഈ 5 എണ്ണം കൂടി ഒരുമിച്ചു എന്നൊന്നും എനിക്ക് പിടിയില്ല. കാരണം ഞാൻ ധാരാളം കണ്ടിട്ടുള്ള ആൾക്കാർ, ഒരെണ്ണം കൂടി അവിടെ ഉണ്ട്. രാജീവിനെ കുറിച്ച് പറയുമ്പോൾ പുതുമ എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മളിനി വേറെ അന്വേഷിച്ചു പോകാനില്ല. കാരണം അത് അങ്ങനെയാണ്, അത് മൊത്തം പുതുമയാണ്. എന്തുട്ടായാലും വേണ്ടില്ല, പുതുമയാണ്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആശാരി അടക്കം പുതുമയാണ്. രാജീവൻ അവസാനം പറഞ്ഞു വെച്ചോടത്ത് തന്നെയാണ് പറയാനുള്ളത്. പരാജയം കൂടി മുന്നിൽ കണ്ടിട്ട് ഇത് ചെയ്യാൻ തുടങ്ങുകയും പരാജയപ്പെട്ട വിഷമിക്കാണ്ടിരിക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു കുമാരനാശാൻ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പരാജയത്തിനെ പേടിക്കാണ്ട്. അപ്പം ഇവർക്ക് എനിക്ക് തോന്നണം, ഇവർക്ക് പുതുമ കൊണ്ടുവരാനുള്ള മടിക്കപ്പുറം നളചരിതത്തിനെ ഒന്ന് എന്താ പറയുക, എവിടേക്കോ ഭയപ്പെടണ്ടോ, അല്ലെങ്കിൽ ആ ഭയപ്പാട് ഈ ചെറിയ വേഷക്കാർക്ക്, പ്രായം കൊണ്ട് പരിചയക്കുറവുള്ളവർക്ക് മാറ്റാൻ വേണ്ട ഒരു എന്താ പറയുക, ഒരു ക്ലാസ് പോലെയോ അല്ലെങ്കിൽ ഒരു ചിന്ത പോലെയോ ഒരു ശിബിരം പോലെയോ ഉണ്ടാവണം, നല്ലതായിരിക്കും. ഒരു സംശയമില്ല, അതൊക്കെ നയിക്കാൻ പറ്റിയാൾ തന്നെ പീശപ്പള്ളി. കാരണം ഇത് ഈ അകത്തുള്ള ഇപ്പം അയാൾ പറഞ്ഞ 4-ാം ദിവസത്തിലെ കഷ്ണം അല്ലേ, സന്തോഷത്തോടു കൂടി എന്നുള്ള സാധനത്തിനെ അധികരിച്ചും വേണമെങ്കിൽ ഒരു രമേന്ത്യ പ്രസൻറ്റ് ചെയ്യാം, ഒരു ദോഷവും. പക്ഷേ ഈ ചോദിക്കുന്നവരോട് മറുപടി പറയണം. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ അതാണ് പ്രശ്നം. അത് മറ്റതുമാതിരി ആയില്ല, ശിവരാമൻ പോലെ ആയില്ല എന്ന് പറഞ്ഞിട്ടാണ് നിലവിളിക്കാതിരിക്കുന്നത്. ഒരൊറ്റ കഥകളി പ്രേക്ഷകരും അന്ന് നടക്കണ കളി കാണാൻ വരുന്നില്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. എന്തിനാ വരണമെന്നറിയോ? ഈ ചെക്കൻ കളിച്ചത്
ആരെപ്പോലെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളതാവില്ല, അത് വേറെ ചില ആൾക്കാരുടെയാണ്. അന്ന് കളിക്കണ യാതൊന്നും കാണാൻ താല്പര്യമില്ലാത്തൊരു പ്രേക്ഷകരുടെ മുമ്പിലാണ് നിങ്ങൾ കളിക്കണേന്ന് ഓർത്തോ. ആരോ കളിച്ചത് വെച്ചിട്ട് എന്നോ മറ്റേ എന്താ പറയുക, ഇപ്പോഴും അത് വെച്ചിട്ട് ഇവരെ വിലയിരുത്താൻ വരുന്ന ആൾക്കാരാ. എന്നിട്ട് ഇവർ ചെയ്തതും കാണുന്നില്ല, നിങ്ങൾ ചെയ്യണതും കാണുന്നില്ല. അതാണ് രസം. അവിടേക്ക് ശ്രദ്ധിക്കണേ ഇല്ല. കാരണം മറ്റേ ആൾ ചെയ്ത സാധനം കണ്ടിട്ടുള്ള ഞാൻ എന്തുട്ട് ഈ ചെക്കൻ ചെയ്യണ സാധനം കാണണേ. പോയി ആ പാട്ടൊക്കെ കേൾക്കാം എന്ന് നോക്കിയിരിക്കാം. എന്താ ഈ ഒരു സമീപനത്തോടെ വരുന്ന ഒരുപാട് പ്രേക്ഷകരെയും ഇത് കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് വരണ ഒരു ഇമ്പൾസും നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ അവരെ ശ്രദ്ധിപ്പിക്കാൻ പാകത്തിന് ഇവരെ മാറ്റേണ്ട സമയം അവരിലും അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അരങ്ങിൻ്റെ കാര്യത്തിലും ഇവർക്ക് കൊടുക്കുന്ന ഒരു ഈ നളചരിത്രത്തിനാസ്പദമായി മാത്രമുള്ള ഒരു പൊതു പരിശ്രമത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞാൽ, അത് പറയാനൊക്കെ കൂടുതൽ ഇതൊന്നും ഇതിന് മോശമുള്ളതല്ല എന്നൊന്നും നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഏതായാലും കിട്ടിയതല്ലേ, ഒന്ന് വിടാണ്ട്. ഈ മറ്റേ ഇയാൾ പറഞ്ഞ് തുടങ്ങി വെച്ചത് അയാൾ അങ്ങോട്ട് പൂർത്തിയാക്കിയില്ല. മറ്റേ മനോധർമ്മം, ഒന്നാമത് ചിട്ടപ്പെട്ട മനോധർമ്മം. എന്ത് മനോധർമ്മ ശ്രീ പിശപ്പിള്ളി രാജീവൻ ചിട്ടപ്പെട്ട മനോധർമ്മം എന്താ? ആ മനോധർമ്മത്തിൻ്റെ അല്ല, ഇപ്പം മനസ്സിലായല്ല, അതല്ല ചോദിച്ചേ. സാധനമല്ല ചോദിക്കണേ. ഇപ്പോൾ മറ്റേ എന്താ സൗഗന്ധികത്തിൽ ആ പർവ്വതത്തിൻ്റെ അവിടേക്കുള്ള പുകയും സാധനങ്ങളും കുന്തമൊക്കെ ആടണു. അതേമാതിരി അത് കഴിഞ്ഞാൽ പിന്നെ അജകരകൾ ഇതാടണു. ഇത്തരം സാധനങ്ങളൊക്കെ ആടിയിട്ട് ഒരാളെങ്കിലും മര്യാദയ്ക്ക് ഈ കഥയായിട്ടോ കഥാപാത്രമായിട്ടോ അവസരമായിട്ടോ കണക്ട് ചെയ്ത് കാണാൻ ഒരു രക്ഷയില്ല. മാനൊക്കെ മെനക്കെട്ട് പ്രസവിച്ചിട്ട് ഇവരെന്താ മറ്റേ മൃഗാസ്പത്രി നടത്തണ മാതിരിയാ പ്രസവിച്ച് ഒക്കെ കഴിഞ്ഞു പോവുക അല്ലേ? മൃഗാസ്പത്രി നല്ലത് മാൻ പ്രസവം. ഈ മാൻ പ്രസവം എന്തിനു കണ്ടു? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അതിനുള്ള ചിട്ടപ്പെട്ട ആട്ടങ്ങൾ ഈ പെനക്കെട്ട് ചെയ്തിട്ട് ഇത് എന്തിനു ചെയ്തു എന്നുള്ള അവസാനിപ്പിക്കൽ ഒരാളിലെങ്കിലും മര്യാദയ്ക്ക് കാണാൻ കിട്ടുന്നില്ല എന്നുള്ള സങ്കടം കൂടി പറയട്ടെ. അപ്പം എനിക്ക് തോന്നുക അതിലും ഭേദമായിട്ട് മനോധർമ്മത്തിൻ്റെ ഡെഫിനേഷനൊന്ന് മാറ്റി പറയണം. വെറും പദങ്ങളിൽ, ഞാൻ വൈശാഖിനോട് യോജിക്കുന്നു, വെറും പദങ്ങളിൽ കിട്ടുന്ന കുഞ്ഞ് അവസരങ്ങളിൽ ചെയ്യുന്ന തീരെ ചെറുതായ ഒരുപാട് മനോധർമ്മങ്ങളെ കൂട്ടിയാൽ തന്നെ ഇത് ഭംഗിയോ. മറ്റേ ആട്ടങ്ങൾ ചെയ്യണവർ ഉറപ്പ്. ഇപ്പം നിങ്ങളെയും കാണുമ്പോഴും അവസാനം പേടിച്ചിട്ടാണ് ഈ സാധനം അവസാനിപ്പിക്കണേ. ഈ പുകയൊക്കെ പൊന്തി ചെയ്തേ ഞാൻ കണ്ടിട്ടുണ്ട്. പുക അല്ല മറ്റേ എന്തുട്ടാണ്, അല്ല അങ്ങനെയല്ല എൻ്റെ ആട്ടം. പുക പൊന്തണതൊക്കെ കാണിച്ച് ഈ കല്യാണ സൗന്ദര്യത്തിലെ ആട്ടത്തിൻ്റെ കാര്യത്തിലേ ആ 2 ശ്ലോകം പാഷാണ പ്രാഗ്രാന്തി, ആ 2 ശ്ലോകവും ആടിക്കോളണം എന്ന് പറയും. അജകരം പഠിപ്പിക്കില്ല, അജകരം കളരിൽ ചൊല്ലി അടുപ്പിക്കാറില്ല. അത് വേണമെങ്കിൽ കണ്ടു പഠിച്ചോളുന്നതാണ്. പക്ഷെ ഇത് കാണിച്ചിട്ട് വേണമെങ്കിൽ അഡീഷണൽ പിന്നെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അത് രണ്ടും കാണിക്കാതെ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ഈ പർവ്വതം കടന്ന് പോകണമെങ്കിൽ ഈ പുക കാണണം. നമ്മുടെ പുകയാണെന്ന് വെച്ചില്ല മാത്രം. ഈ പുകയുടെയും പ്രസവത്തിൻ്റെയും ഒക്കെ ഒരു ബാക്കി പത്രം കൂടി ആരും മറക്കല്ലേ എന്ന് ഇനി മുകളിലുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളോട് പറയാം. ഈ ബാക്കി പത്രം കൂടി അവസാനം നിന്ന് കണക്ട് ചെയ്യാൻ ആ കാര്യത്തിലാണ് നീരജിൻ്റെ ആ ഒരു വേഷം നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ഈ എടുക്കണ പണിക്കൊരു കണക്ഷൻ വേണം. ആ ചെയ്യാൻ വന്ന ദൗത്യം ഇവരവിടെ ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. പാണ്ഡവരവിടെ ആ ദൗത്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന തൃകർത്തന്മാരെ തന്നെ കാണാനില്ല. മനസ്സിലായ? മിന്നാമിനിയൊക്കെ പഠിക്കും ക്യാമായിട്ട്, മിന്നാമിനി പിടുത്തവും പിന്നെന്തൊക്കെയോ ഇടകൂടങ്ങളൊക്കെ കാണാം. ഇതില്ല, ഈ ലക്ഷ്യമില്ല. അപ്പം ആ തരത്തിൽ ഇതിനെ കണക്ട് ചെയ്യാനുള്ള രീതി അല്ലെങ്കിൽ ഈ മനോധർമ്മത്തിൻ്റെ കഥ പയലാണത് പറഞ്ഞത്, അതിൻ്റെ ഒരു സുഖം കൂടി തോന്നിയെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ല, അതിൻ്റെ കൂടെ ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഞാൻ ഏറ്റവും അധികം പുഷ്കരം കിട്ടിയിട്ടുള്ളത് നീരജിൻ്റെ കലിയുടെ കൂടെയാണ്. അത് കുറേ കാലമായിട്ടല്ല, ഒരു 4-5 മാസമായിട്ടുള്ളൂ. എവിടെ എന്നെ പുഷ്കരനെ ഏൽപ്പിച്ചാലും കലിയാരുടെ നീരജിൻ്റെ. പക്ഷേ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ പോവാൻ നേരത്ത് പോവാണ്, ഇനി കഴിഞ്ഞു, കലിയുടെ രംഗം കഴിഞ്ഞു. കലികാലം എന്നൊരു സാധനം കാണിക്കും അവിടെ. കലികാലം ഇത് കാണിക്കുന്നുണ്ടല്ല. ഈ കലികാലം 2 മുദ്രയേ ഉള്ളൂ. ഇതുകൊണ്ടുണ്ടാക്കുന്ന വലിപ്പം ഇത് പുഷ്കരൻ അത് തിരിഞ്ഞിട്ട് പിന്നെ
പോവാണ്. അവിടെയാണ് ഈ കലികാലം. അതെവിടെയാ? കോർണറിലാണ് കാണിക്കുന്നത്, സെൻറ്ററിൽ നിന്നിട്ടല്ല. പക്ഷെ അവിടേക്ക് ശ്രദ്ധ കൊണ്ടുവരണം. ഞാൻ കാണിക്കുന്ന മുദ്രയ്ക്ക് എനിക്ക് ശ്രദ്ധ കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്താൽ അത് കിട്ടും. ഇത് മാർക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഒരുപാട് വലുത് ചെയ്തിട്ട് ഒരു അല്പം അനുഭവമാണോ, ഒരു ചെറുത്ത് ചെയ്തിട്ട് ഒരുപാട് അനുഭവമാണോ ഉണ്ടാക്കേണ്ടത്? അതിൻ്റെ ഒരു ഉദാഹരണമാണത്. നമസ്കാരം. എനിക്കിതിൽ 2 പേരെ അറിയുള്ളൂ പരിചയം. ബാക്കി 3 പേരെയും അത്രയധികം പരിചയമില്ല. കഥകളിക്കായിട്ട് ഒരു കൊല്ലത്തെ ബന്ധമൊക്കെ ഉള്ളൂ കലാമണ്ഡലത്തിന് ശേഷം. അപ്പോൾ അവിടെ ഒരു ചെറിയ ഉത്തരവാദിത്തമായിട്ട് ഒരു കൊല്ലമായിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള അപ്പോൾ അതായത് ഒരു 10, 25, 30 കൊല്ലം കഥകളി കണ്ട് നടന്നിട്ടുണ്ട് പണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം ബന്ധം ഉണ്ടായിട്ടില്ല. പിന്നെ നാടകവേദിയൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടൊരു കണക്ട് ചെയ്തിട്ടും കൂടിയാണ് ഞാൻ ഇപ്പോഴത്തെ കഥകളികളെയും കഥകളി നടന്മാരെയും അവരുടെ വ്യാപാരങ്ങളെയൊക്കെ കാണുന്നത്. ഞാൻ നീരജ് ഇടയ്ക്ക് അവിടെ വന്നിരുന്ന് വെടിയോട്ടം പതിവുണ്ട്. ആ നീരജനെയാണ് അതിൽ കൂടുതൽ പരിചയം. വൈശാഖനൊരു 1-2 കഴിഞ്ഞ ആഴ്ചയായിട്ട് ആദ്യമായിട്ട് കാണുന്നത്. ആദ്യത്തിനെ പിന്നെ അവിടെ ഇടയ്ക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ കണ്ടിരുന്നു, കൊല്ലം കാണാനില്ല. ഇവരെ 2 പേരെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ അവിടെ കളരികളും, ഞാൻ ഇടയ്ക്ക് കളരികൾ കാണാൻ പോകാറുണ്ട്, ക്ലാസ്സുകൾ എടുക്കണതും. അതിൻ്റെ അവിടെ കുട്ടികൾ അരങ്ങത്ത് അവർ പഠിച്ചത് ചില സമയത്ത് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ള നിലയ്ക്കല്ല, ആ കളരിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവിടെ ഈ ഫോമാണ് പഠിപ്പിക്കുന്നത്. ബേസിക്കലി കഥകളിയുടെ അഭിനയത്തിൻ്റെ ഒരു ഫോം. അതിലുപരി ഇതൊരു ടെക്സ്റ്റാണല്ലോ, ഇവർക്ക് ചെയ്യേണ്ട ഒരു ടെക്സ്റ്റാണ്. ഈ നടന്മാർക്ക് രംഗത്ത് ചെയ്യേണ്ട ഒരു ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിനെ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്? ഒരു കഥ തന്നെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നളയരുടെ 1-ാം ദിവസം തന്നെ ചെയ്യുകയാണെങ്കിലും ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമല്ലോ. ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം, ക്യാരക്ടറിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം, ഇതിനെ റിലേറ്റ് ചെയ്യണം. ഓരോ ആക്ഷനും മോട്ടിവേഷൻ ഉണ്ടാവണം, ആക്ഷന് റിയാക്ഷൻ ഉണ്ടാവണം. ഇങ്ങനെയാണല്ലോ നാടകം മുന്നോട്ട് പോകുന്നത്. അതിന് ഉപയോഗിക്കുന്നൊരു വൊക്കാബുലറി അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഓഫ് എന്താ പറയുക, തിയേറ്റർ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ മാത്രമാണ് ഈ കഥകളിയുടെ ഒരു സമ്പ്രദായം. ലോകത്തിൽ പല സമ്പ്രദായങ്ങളുണ്ട് അഭിനയത്തിനും അതുപോലെ തന്നെ തിയേറ്ററിനെ സംബന്ധിച്ചും ഒക്കെ. അതിലൊരു ഫോമാണ് കഥകളി. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എല്ലാ കലകളും മൾട്ടി ഡിസിപ്ലിനറി ഡിസിപ്ലിനറി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ തിയേറ്റർ ആണെങ്കിൽ അതിൽ ചിത്രകലയുണ്ട്, സംഗീതമുണ്ട്, നൃത്തമുണ്ട്, ഡിജിറ്റൽ ആർട്ടുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആർട്ട് ഫോമുകൾ തമ്മിൽ കൊടുത്തും വാങ്ങി പല രീതിയിലാവാം. നേരിട്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഊർജ്ജം എടുത്തുകൊണ്ടാവാം, സങ്കേതത്തെ മനസ്സിലാക്കിക്കൊണ്ടാവാം, ഇതൊക്കെ ആവാം. ഇത്തരം ചില മാറ്റങ്ങൾ ഈ ഇതുപോലെയുള്ള നമ്മുടെ പാരമ്പര്യ കലാരൂപങ്ങൾ പഠിക്കുന്ന കലാകാരന്മാർക്കും അത്തരം ചില ഫോമുകളും ആ ഫോമുകൾ എങ്ങനെ വർക്ക് ചെയ്യണു, എങ്ങനെ സ്പെക്ടേറ്ററും ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യുന്നു, ഇതിൻ്റെ ചില രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ അവരനുവർത്തിക്കുന്ന ചില പദ്ധതികൾ മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നാടകവേദിയിലാണെങ്കിൽ തിയേറ്റർ സ്കൂൾസിൽ അവർ കഥകളി പഠിക്കുന്നുണ്ട്, കഥകളി പറ്റി പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കഥകളി അധ്യാപകർ അവിടെ പോയിട്ട് കഥകളി എടുക്കുന്നുണ്ട്. അവർ തുടക്ക ക്ലാസ് സമയത്ത് 1-ാമത്തെ 2-ാമത്തെ സെമസ്റ്ററിൽ NST-യിലൊക്കെ ആണെങ്കിൽ കഥകളിയുണ്ട്, കൂടിയാട്ടമുണ്ട്. അവരാരും കഥകളിയും കൂടിയാട്ടം അരങ്ങത്ത് ചെയ്യുന്നില്ല ബേസിക്കലി. പക്ഷേ ആ ഫോം എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ അലീനേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് കഥകളി പോലത്തെ അല്ലെങ്കിൽ കൂടിയാട്ടം പോലത്തെ ഒരു ഫോമിൽ എങ്ങനെയാണ് അലീനേഷൻ വർക്ക് ചെയ്യുന്നത്? ആക്ടറും സ്പെക്ടേറ്ററും തമ്മിൽ അലീനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ക്യാരക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രസൻറ്റേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഇതെല്ലാം തന്നെ ആ ഫോം അവർക്ക് വേണം. അതേപോലെ തന്നെയുള്ള ഒരു ബേസിക് ട്രെയിനിങ്, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ തിയേറ്റർ. വാട്ട് മേക്സ് എ തിയേറ്റർ ആൻഡ് വാട്ട് മേക്സ് എ പെർഫോമൻസ്. എന്താണ് അതിൻ്റെ ബേസിക്കായിട്ടൊരു ആക്ടർക്ക്, ഓരോ പെർഫോമർക്കും വേണ്ട ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ധാരണ എന്നുള്ളത് ഇത്ര അവന്യൂസ് നിന്ന് കുറേ എടുക്കാൻ പറ്റും. അത് എടുക്കുന്നതോട് കൂടിയാണ് ഇപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന പോലെയുള്ള പഠനങ്ങളും അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ. രാജീവനൊക്കെ തിയേറ്ററായിട്ട് ഉള്ള ബന്ധത്തു കൂടിയൊക്കെ തന്നെയാണ് കഥകളി രംഗത്തേക്ക് പിന്നീട് ശക്തമായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്താണ് രാജീവനൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ അതിപ്പോൾ ഇയാൾക്കാണെങ്കിലും അതെ, ധീരജിനാണെങ്കിലും അത്തരം ഒരു പശ്ചാത്തലം കുട്ടിക്കാലം മുതൽക്കുണ്ട്, കുളത്തൂരൊക്കെയുള്ള കാലത്ത്.
അപ്പോൾ അത് പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങളെപ്പോലത്തെ ആൾക്കാരിന് ആശാന്മാരാവും. ഇപ്പോഴത്തെ ആശാന്മാർ ചെയ്യുമെന്ന് അറിയില്ല, പറഞ്ഞാൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടാവും. പക്ഷേ അവരുടെ കാലഘട്ടങ്ങൾ വേറെയാണ്. അപ്പോൾ പുതിയ തലമുറ ആൾക്കാർ വരുമ്പോൾ അത്തരം വ്യത്യസ്ത മേഖലകളുമായി ഇതിൻ്റെ പെഡഗോജിയെ കണക്ട് ചെയ്യുക, അതുവഴി ഇത്തരം ചില ഫണ്ടമെൻ്റലായിട്ട് വേണ്ട എലമെൻറ്റ്സ് ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലൊക്കെ തന്നെ ഈ സമീപനങ്ങൾക്ക് മാറ്റം വരും. ഓരോ വാക്കുകൾ ഇപ്പോൾ ഷേക്സ്പിയർ റിയലിസം ആദ്യമായിട്ട് കഥകളിയിൽ വരുന്നൊരു കഥയാണ് ഈ നളചരിതം. മനുഷ്യൻ്റെ ലൈഫും സാമാന്യ ജീവിതവും മനുഷ്യൻ്റെ ചിന്തയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആദ്യത്തെ ആട്ടക്കഥ നളചരിതമായിരിക്കണം. അതങ്ങനെ വരുമ്പോൾ ടെക്സ്റ്റ് റീഡ് ചെയ്യണം, സബ് ടെക്സ്റ്റ് ഉണ്ടാക്കണം. ടു ബി ഓർ നോട്ട് ടു ബി ഷേക്സ്പിയർ എഴുതി വയ്ക്കുമ്പോൾ എത്രയോ 400-500 കൊല്ലങ്ങളായിട്ട് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ പ്രഗത്ഭരായിട്ടുള്ള ഓരോ നടന്മാർ ചെയ്യുമ്പോഴും ഈ ടു ബി ഓർ നോട്ട് ടു ബിക്ക് വേറെ വേറെ അർത്ഥങ്ങളാണ്. ഇങ്ങനെയുള്ള ഇതെന്നാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. അതുണ്ടായി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഈ കഥകളിയുടെ ഒരു ചിട്ട എന്ന് പറയുന്നത് റിയലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു രീതിയല്ല അതിന് മുമ്പ്. അത് കൃത്യമായിട്ടും സ്റ്റൈലൈസ്ഡായിട്ടൊരു ബോഡി ആക്ടിങ് അല്ലെങ്കിൽ സ്റ്റൈലൈസ്ഡായിട്ടുള്ള ഫോമാണ്. അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ഫിലോസഫി തന്നെ സ്റ്റൈലൈസ്ഡാണ്. അതിലേക്കാണ് ഈ റിയലിസം ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റൈലൈസ്ഡ് ഫോമിൽ റിയലിസം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇത് രണ്ടും തമ്മിൽ സമന്വയിപ്പിച്ച് കൊണ്ടുവന്നിട്ടൊരു കോൺഫ്ലിക്റ്റ് ആണ് ബേസിക്കലി നളചരിതം പോലത്തെ ടെക്സ്റ്റിന് ആരെങ്കിലും ഭവിക്കണത്. അതെങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളത് ഇത്തരം ഒരു അന്വേഷണത്തിൽ കൂടിയാണ് കുറേ കൂടി കണ്ടെത്താൻ പറ്റുക. ഇവരൊക്കെ അത് ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം, ഇങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. താങ്ക് യു. രാവിലത്തെ വിഷയം വ്യക്തമായ ഭാഷയും ദമിതമായ ഭാഷയാണല്ലോ. അതിൻ്റെ തുടർച്ചയായിട്ട് പറയുമ്പോൾ ഈ ആമോല്യ ഈ 4 പേർക്കും പുതിയ രംഗാവതരണത്തിൻ്റെയും പുതിയ സാധ്യതയും എന്താണെന്ന് വളരെ അവർ വ്യക്തമാക്കിയതാണ്. വളരെ 2-3 മാസം മുമ്പ് പ്രദീപിൻ്റെ മഹാപ്രസ്ഥാനം എന്നുള്ള കഥയിൽ എല്ലാ സാധ്യതകളും അവർ അവതരിപ്പിച്ചതാണ്. അതിൽ മറ്റേ വൈശാഖ് എന്താ ഈ മറ്റേ വില്ല് ഇങ്ങനെ ഊന്നുവടിയായിട്ട് നടക്കുകയാണ്, വില്ല് കയ്യിലുണ്ട്. ഞാൻ അങ്ങനെ എന്തായാലും അങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. മറ്റുള്ളവരുടെ കയ്യിലൊന്നും ആയുധമില്ല, അർജുൻ്റെ കയ്യിൽ മാത്രമേ ആയുധമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പരിസമാപ്തി എന്താണെന്ന് അറിയാനൊരു വ്യഗ്രത എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് അതിനിടയ്ക്കൊരു അശരീരി ഈ ഗാണ്ഡീവം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരു അശരീരി കേൾക്കുകയാണ്. അത് ഈ വൈശാഖ് അവതരിപ്പിച്ചത് കാണുമ്പോൾ അപ്പുണ്ടായിട്ടുള്ള ഒരു വികാരം, എന്താ പറയുക, അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ എന്നെ അതുപോലെ ഓരോ അനിയന്മാർ മരിക്കുമ്പോഴും ഭീമൻ അവസാനം ധർമ്മപുത്രരുടെ തൊട്ട് മുമ്പായിട്ടാണ് ഭീമൻ അവതരിപ്പിച്ചത് നീരജായിരുന്നു. അപ്പോൾ ഓരോ അനിയന്മാർ പോകുമ്പോഴും അയാൾക്കുണ്ടാകുന്ന അപ്പോൾ സാധ്യതകളെ സംബന്ധിച്ചൊന്നും ഇവരിൽ വളരെ സമ്പുഷ്ടമായിട്ട് ഒരുപാടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്ന ഒരു ആസ്വാദകനാണ് ഞാൻ. പിന്നെ 2 അനുഭവം പറയാമെന്ന് വിചാരിച്ചു. പറയട്ടെ. കുറേ കാലം മുമ്പ് മറ്റേ വെള്ളിനേഴി കാന്തല്ലൂരിലാണ് തോന്നുന്നു, 3-ാം ദിവസം കളിക്കുകയാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല ആ വ്യക്തിയിൽ നിന്ന്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. മധുമോഹൻ, കലാനിലയം മധുമോഹനാണ് ഋതുവർണ്ണൻ. അപ്പോൾ സുദേവനും ഗോപ്യാശാൻ്റെയാണ് ബാഹുകൻ. അപ്പോൾ ഈ ഋതുവർണ്ണധരണീപാല എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഋതുവർണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിക്കും, ഒന്ന് കൊട്ടൊത്തിരി എടുത്ത് നോക്കും, അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിരിക്കുക, വെറുതെ ഇങ്ങനെ ചിരിക്കുക, ആ കൊട്ടൊത്തിരി എടുത്ത് ഇങ്ങനെ നോക്കുക. അപ്പം ഈ ഗോപ്യാശാൻ എന്താ ഇയാൾ ഇങ്ങനെ കാണിക്കുന്നു, ഞാനും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്താണ് ഇത് കാണിക്കാനുള്ള കാരണം എന്ന് ഞാൻ നോക്കി. ഋതുപർണനെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഋതുപർണൻ്റെ ഒരു ശീലമാണത്, ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുക. ഇത് ഞാൻ വീട്ടിൽ വന്നിട്ട് നോക്കി. അപ്പം എനിക്ക് എൻ്റെ അച്ഛനൊന്നും ഓർമ്മ വന്നു. കാരണം വെച്ചാൽ ഞാൻ ഇടയ്ക്ക് വീട്ടിലൊരു ഇടനാഴിയിൽ ഒരു കണ്ണാടി ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഒന്നിങ്ങനെ നോക്കും, ഇങ്ങോട്ട് വരുമ്പോഴും നോക്കും. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഒരു പ്രാവശ്യം മൂടിയാവും നോക്കുക, ഒരു പ്രാവശ്യം പാൻറ് ഇഞ്ച് ചെയ്ത് ശരിയാണോ നോക്കുക. ഇതാണ് ഞാൻ കണ്ണാടി ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു തന്നു, കണ്ണാടി കാൺമോളവും തന്നുടെ മുഖം ഏറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ. ഇത് അപ്പോൾ ഈ മധുമോഹൻ, അപ്പോൾ അതാ ഞാൻ പറഞ്ഞു വന്നത്, മധുമോഹനിൽ ഈ ഒരു കഥാപാത്രം എത്ര വേഗം ഉൾക്കൊണ്ടു എന്നുള്ളത് അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ കലാകാരന്മാരാരും മോശക്കാരല്ല, എല്ലാവർക്കും അവരുടേതായ ഒരു അനുഗ്രഹം ഭഗവാൻ നൽകിയിട്ടുണ്ട്. അപ്പം മധുമോഹൻ, അത് ഞാൻ ഇവർക്ക് കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്, ഇവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു പ്രാവശ്യം, അതിപ്പോൾ പീശപ്പള്ളി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇരുത്തി പുകഴ്ത്താനൊന്നും എനിക്കറിയില്ല, എങ്കിലും ഉണ്ടായ ഒരു അനുഭവം പറയുകയാണ്. അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നീലാംബരിയിലാണ് ഉണ്ടായത്. ഈ ഭക്ഷണം പാകം ചെയ്തിട്ട് ഋതുപർണന് വിളമ്പി കൊടുത്ത് മടങ്ങിപ്പോകുമല്ലോ. അപ്പോൾ ബാഹുകൻ അങ്ങനെ റൂട്ടായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. വാസം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ആ നോട്ടം ഋതുപർണൻ ബാഹുകനെയാണ് നോക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അത് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. എന്താ ഇയാൾ എൻ്റെ ഇങ്ങനെ നോക്കണത് എന്നാണ് കാണിച്ചു. ഒരു പക്ഷേ ആ മുദ്ര കാണിച്ചപ്പോഴായിരിക്കും പരക്കെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ അഭിനയം കൊണ്ട്, അതാണ് ആ സ്ട്രക്ചർ, ആ മറ്റേ നില എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ നില കൊണ്ട് എനിക്ക് മനസ്സിലായി ഈ നോക്കണ ആള് ബാഹുവിനല്ല, ഋതുപർണനാണ് ബാഹുവിനെ നോക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സംശയങ്ങൾ തീരുന്ന ഘട്ടങ്ങളാണ്. കാരണം വെച്ചാൽ ഇനി നാളെ പുലർന്നാൽ അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞാൽ സമാഗമമാണ്. അപ്പം ബാഹുകൻ നളനായി തെളിഞ്ഞുകൊണ്ട് വരികയാണ്. അതൊരു നടനിലൂടെയാണ്. അപ്പോൾ അതുമാതിരി തന്നെ ആ ബാഹുകൻ തന്നെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കഥാപാത്രം ഒരു വേദിയിൽ ഇരുന്നാൽ ആ ഇരുത്തം കാലുമിൽ കാല് കയറ്റിയിരിക്കുക, അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിരിക്കുക, എങ്ങനെ ഇരുന്നാലും നമുക്കൊരു പ്രദേശം നമുക്ക് കഥകളിയോട് വളരെയധികം അടുപ്പുള്ള ആൾക്ക് മനസ്സിലാവും. അപ്പം അദ്ദേഹം ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ ഒരു വിശാലമായിട്ടുള്ള സ്ഥലത്ത് അധികം ജനങ്ങളൊന്നുമില്ല, അങ്ങ് ദൂരെ കുറേ ആൾക്കാരുണ്ട്, ഇയാൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ കുറേ ഇങ്ങനെ മറ്റേ ഈ വിളക്ക് കാലുകളുണ്ടാവും, പഴയ കൊട്ടാരല്ലേ, വിളക്ക് കാലുകളുണ്ടാവും. ആ വിളക്ക് കാലത്തിൽ ഓരോരുത്തർ വന്ന് പന്തം കൊളുത്തുകയാണ്. അപ്പം ഈ പന്തം കൊളുത്തുകയാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് സമയം, ഇരുട്ട്, സന്ധ്യ മയങ്ങി, ഇരുട്ട് തുടങ്ങി എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയാണ്. കാരണം വെച്ചാൽ നമുക്ക് സീനറി ഒന്നുമില്ലല്ലോ, ഇവരുടെ കാണിക്കലിനെ കൊണ്ടാണല്ലോ നമുക്ക് സ്ഥലവും സന്ദർഭവും ഒക്കെ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ആ ബാഹുൻ എന്നിലൊരു പ്രകാശം തരാൻ എനിക്കൊരു ആരും ഇല്ലല്ലോ. അവിടെ നമുക്ക് ഖേദം വരികയാണ്, ഒരു കഥാപാത്രത്തിനോട് നമുക്ക് ഖേദം വരികയാണ്. എന്നെ ഉണർത്താൻ ആരുമില്ല, ഇവിടെ അങ്ങനെ ഇതാവണു. അന്ന് ഞാൻ ഒരു തിരസ്കരണി ആയിട്ടാണ് വന്നത്. ഇന്നത്തെ തിരസ്കരണി ഈ നീലവസ്ത്രമാണ്, ഇത് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് കലാകാരന്മാരെല്ലാവരും വളരെ ഉന്നതന്മാരാണ്, അവരെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ വാസ്തവത്തിൽ ഒരു 3-4 അതായത് ഈ എന്താണ് രണ്ടാമത്തെ വാക്ക് എന്തായിരുന്നു, വ്യക്തമായ ഭാഷയും അതിൽ ഞാൻ 3-4 എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മാത്രം പറയാം. രണ്ടാം ദിവസം കാണേണം വഴി, കാനനം ഇതെന്നാൽ അതീതം ഭീതിതമല്ല, കാണേണം വഴികൾ. സത്യമായിട്ട് പറയാം. ഇപ്പോൾ പീശപ്പള്ളി ഇരിക്കുന്നുണ്ട്, ഇവിടെ സീനിയർ നളൻ കെട്ടാനുള്ള സീനിയർ പീശപ്പള്ളിയും, എല്ലാ നളന്മാരും കാണിക്കുന്നത് ഒരുപാട് വഴി ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് ഇതിൽ ഒരു വഴി കൂടെ നൂനം ഈ വഴി ചെന്നാൽ കാണാൻ പയോഷ്ണിയാറെന്നാണ് കാണിക്കുന്നത്, കണ്ടിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ കുറേ വഴികളല്ല, ഇവളെ ഉപേക്ഷിക്കാനുള്ള വഴി കാണണം എന്നാണ് പറയണത്. അതാ ഞാൻ പറഞ്ഞ മറ്റേ ഗൂഢായിട്ടുള്ള അർത്ഥം. ഇവളെ ഇവിടെ ഉപേക്ഷിക്കണം. കാരണം വെച്ചാൽ കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല, നളന് മനസ്സില്ല. ഇത് വലിയ കാടല്ല, ഇവിടെ ഉപേക്ഷിച്ചാൽ ദമയന്തിക്ക് പേടിക്കാനില്ല. അപ്പോൾ ഇവളെ ഉപേക്ഷിക്കാനുള്ള വഴികൾ കാണണം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് എല്ലാ നളന്മാരും കാണിക്കുന്നത് 5-6 വഴി ഇങ്ങനെ കാണിക്കും. അതിലത്തെ ഒരു വഴി കൂടെ നൂനം ഈ വഴി ചെന്നാൽ കാണാൻ പയോഷ്ണിയാറെന്ന് കാണിക്കും, ദമയന്തി അനുസരിക്കുകയും ചെയ്യും. അല്ലാന്ന് ഇവരാരെങ്കിലും പറയട്ടെ,
ഇതാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതല്ല കവി ഉദ്ദേശിച്ചത് ഇവളെ ഉപേക്ഷിക്കാനുള്ള വഴി കാണണം എന്ന് മനസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുന്നു. സന്തോഷം. കൺക്ലൂഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലബിൻ്റെ ഭാഗത്തും കൂടി അതായത് ഈ ചർച്ച വളരെ സജീവമായി. നളചരിതത്തിനെ തൊടാൻ ഇവർക്ക് പേടിയുണ്ടാവുമോ എന്നെനിക്കൊരു പേടിയുണ്ടായിരുന്നു. അവർ വളരെ സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതിവിടെ നിൽക്കരുത്, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം, ഇവരിലും ഒതുക്കരുത്. ഇനിയും ചെറിയ പുതിയ കലാകാരന്മാർ വീണ്ടും അവർ കൂടി ചർച്ചയ്ക്കുള്ള അവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണം. അതുമാത്രമല്ല, കഥകളി ക്ലബിൻ്റെ ഒരു ആളെന്നുള്ള നിലയ്ക്ക് കഥകളി ക്ലബ്ബുകളെ മൊത്തം ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു ഫ്രട്ടേണിറ്റി ഉണ്ടായിട്ട് ഇപ്പോൾ മുരളി മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, വേറെ കഥകളി ക്ലബ്ബുകാരുടെ ആരും ഇല്ല തോന്നുന്നു ഇവിടെ. നമുക്ക് ഈ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. തുടർച്ചയായിട്ട് ആ ഒരു പദ്ധതി നമ്മൾ എന്നും ഈ കോട്ടയം കഥകളും ഇതും മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ നളചരിതത്തിൽ കൈവയ്ക്കാൻ പേടിയുള്ളവർക്ക് അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ മാസത്തിൽ ഈ 10ഓ 12ഓ ക്ലബ്ബുകളുണ്ടെങ്കിൽ ഓരോ ക്ലബ്ബും ഓരോ അവസരം, ഒരു മാസത്തെ പരിപാടി ഇവർക്ക് നീക്കി വയ്ക്കാൻ, ഈ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ. അങ്ങനെ കഥകളിയും നളചരിതവും കലയും ഒക്കെ വളരണമെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും പറയുന്നു. അനുബന്ധമായി കൂട്ടിച്ചേർക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. ഓരോ കലാകാരനും അവനേൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു നാടകത്തെയോ കഥാപാത്രങ്ങൾ വ്യത്യസ്തരാകുന്ന കലാകാരന്മാർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിക്രിയ അല്ലെങ്കിൽ ഒരു അതിനോടുള്ള പ്രതികരണം അതെല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സ്പോണ്ടേനിറ്റി എന്നുള്ള രീതിയിലുള്ള പ്രതികരണത്തിനപ്പുറത്ത് ഒരു നാടകത്തെ പുനർസൃഷ്ടിക്കുക, പീശപ്പള്ളി സൂചിപ്പിച്ച പോലെ എൻ്റെ അടപടലം റീസ്ട്രക്ചർ ചെയ്യുന്ന നീരജനെ പോലെ അന്ന് വേണുഗോപാൽ സാറ് പറഞ്ഞിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് നളചരിതം പൂർണ്ണമായും റീസ്ട്രക്ചർ ചെയ്യുവാനോ കോറിയോഗ്രാഫി ചെയ്യാനുള്ള മോഹമുണ്ട് എൻ്റെ ജീവിതത്തിൽ, എന്നെങ്കിലും ഞാൻ ഒരിക്കൽ ചെയ്യുമെന്നുള്ള വലിയൊരു പ്രഖ്യാപനവും മോഹവും ഒക്കെ പ്രഖ്യാപിക്കേണ്ടായി. ക്ലബിൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ ഒരു നീക്കം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. സമാന്തരമായി ഇവരാവശ്യപ്പെടുക ഞങ്ങൾക്ക് അതിനുള്ളൊരു സ്ട്രക്ചർ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. ഇവരിപ്പോൾ കലാമണ്ഡലത്തിൽ ടെമ്പററി ആയിട്ടുണ്ടാവും, ടെമ്പററി ഇല്ലാണ്ടുണ്ടാവും, സ്വതന്ത്രമായിട്ടുണ്ടാവും. അപ്പോൾ ഒരു സംഘകല എന്നുള്ള നിലയിൽ കഥകളിയുടെ കോറിയോഗ്രാഫി ചെയ്യുമ്പോൾ വേഷക്കാർ മാത്രം വിചാരിച്ചാൽ ഒരു പക്ഷേ എവിടെയും എത്തില്ല. സ്വതന്ത്രമായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ എഴുതി വയ്ക്കാമെന്നുള്ളതല്ലാതെ അത് അരങ്ങത്ത് അവതരിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കൂടിയും അനുബന്ധമായിട്ട് വേണ്ടി വരും. അവിടെയാണ് ക്ലബ്ബ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മന്ത്ലി റിച്വലി പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നതിന് അപ്പുറത്തായിട്ട് ഇങ്ങനെ കോറിയോഗ്രാഫി ചെയ്യാനോ അത് ചിട്ടപ്പെടുത്തണമെങ്കിൽ ഒരാഴ്ചയോ സഹകലാകാരന്മാരുമായിട്ട് ഒത്തുചേരുവാനോ അതിനുള്ള ഒരു അന്തരീക്ഷം അത് കലാകാരന്മാരുടെ ഭാഗത്ത് പോസിറ്റീവായിട്ട് ഉണ്ടായാലേ പ്രവർത്തകർ എന്നുള്ള നിലയിൽ കഥകളി ക്ലബ്ബുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഒരു ആശയത്തെ അരങ്ങത്തേക്ക് നിങ്ങൾക്കത് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ അത് സാഫല്യമാക്കുമ്പോൾ അതിനെന്താണ് അതിൻ്റെ നാൾവഴികൾ, എങ്ങനെയാണത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രൊജക്റ്റും കൂടി വേണ്ടി വരും. അപ്പം ഇങ്ങനെ പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നളചരിതത്തെ സംബന്ധിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത്, അതിൻ്റെ ചിന്തനം, അതിൻ്റെ ആട്ടപ്രകാരം മാത്രമല്ല, അതിൻ്റെ ക്രമദീപിക മാത്രമല്ല, അതിന് എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ രീതിയും ഒരു വ്യക്തമായ ധാരണ എഴുതി പ്രൊജക്റ്റായി മാത്രം വച്ചാൽ മാത്രമേ ക്ലബ്ബുകാർക്ക് നിങ്ങളുടെ വിഷ്വലൈസിങ്, നിങ്ങൾ മനസ്സിൽ വയ്ക്കുന്നത് റിയലിസ്റ്റിക് ആണ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്തോ കുറച്ച് ആട്ടങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ശ്ലോകം ചെയ്തു, ഇല്ലെങ്കിൽ ഇന്ന രീതിയിലാണെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പ് എത്തിയ പാട്ടുകാരുണ്ടെങ്കിൽ ആ ശ്ലോകം ആ ചരണം ഒന്ന് അടിച്ചേക്കാം, ഇല്ലെങ്കിൽ ആ മറ്റേതൊന്ന് കൂട്ടിച്ചേർച്ചേക്കാം, ഇല്ലെങ്കിൽ സഹകലാകാരോട് ഇങ്ങനെ പറഞ്ഞേക്കാം. ഇങ്ങനെ സൂത്രത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വിട്ടിട്ട് വലിയൊരു മാറ്റങ്ങൾ, അരങ്ങ് നിർമ്മിതികൾ
നിലവിലുള്ള നളചരിതത്തിലുള്ള പുതിയ കോറിയോഗ്രാഫീസ് സംഭവിക്കണമെങ്കിൽ ഇതിനുള്ള ഒരു പരിസരം കൂടി വേണം. ഇവിടെയാണ് ക്ലബ്ബുകളോ സമാന്തരമായിട്ടുള്ളതോ ഇതെല്ലാം നമ്മളെല്ലാം ആശ്രയിക്കുന്നത് കലാമണ്ഡലമോ സംഗീത നാടക അക്കാദമിയോ പോലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളെയാണ്. അവർക്ക് ഇപ്പോഴത്തെ പരിസരത്തിൽ എത്രത്തോളം സാധിക്കും എന്നുള്ളത് നമുക്കും സംശയമാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ പ്രൊവിഷൻ, ഇതിനുള്ള ഒരു ഉപായം എന്നുള്ള നിലയിൽ ക്ലബ്ബുകാർ, അറ്റ്ലീസ്റ്റ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള ക്ലബ്ബുകാരെങ്കിലും ഒത്തുചേർന്നുകൊണ്ട് ഈ നളചരിതവുമായി ബന്ധപ്പെട്ടുള്ള അനിയേട്ടൻ ഉന്നയിച്ച ഈ ഒരു ആശയത്തിൻ്റെ സാഫല്യം വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ചാലക്കുടി ക്ലബ്ബായാലും കുന്നംകുളം ആയാലും ഒരു കളക്റ്റീവാണെങ്കിൽ നമുക്കതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അത് ശുഭപ്രതീക്ഷയിൽ നിൽക്കുന്നു. എന്തായാലും കേശേട്ടൻ എന്തോ കൂടിയും കൂട്ടിച്ചേർക്കാനുണ്ട്. ഒരു ഓഫർ തരാനാണുള്ളത്. എങ്ങനെ ഒരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കലാകാരന്മാർക്കും വരാനും താമസിക്കാനും റിഹേഴ്സ് ചെയ്യാനും ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ നല്ലൊരു സ്ഥലമുണ്ട്. സ്ഥലത്തിന് ഇവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റഡിയിൽ സ്ഥലമുണ്ട്, അവിടെ വരാം, എത്ര ദിവസം വരെ താമസിക്കാം, ഭക്ഷണം കഴിച്ച് അവിടെ വർക്ക് ചെയ്യാം. ആ സ്ഥലം ഞാൻ ഓഫർ ചെയ്യാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ പുറത്താണ്. അതെ, കീരാലൂരാണ്. വരാൻ താമസിക്കാം. 3-4 ബെഡ്റൂമുണ്ട്, 10-15 ആൾക്ക് കൂടാം, അടുക്കളയുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട് അവിടെ. വരാൻ താമസിക്കാം, എത്ര ദിവസം വേണമെങ്കിലും. സ്കീം നിങ്ങളുണ്ടാക്കുക. എന്തായാലും വിലപ്പെട്ട കുറേ അറിവുകൾ കിട്ടി. നമ്മളുടെ ചിന്താഗതി പല രീതിയിലും പുതുക്കേണ്ടതുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആ രീതിയിലൊക്കെ ഞങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശ്രമിക്കും. സുവർണത്തോടനുബന്ധിച്ച് ഇങ്ങനൊരു ചർച്ച ഒരുക്കി ഞങ്ങൾക്കൊക്കെ അവസരം തന്ന എല്ലാവർക്കും നന്ദി, സന്തോഷം. ഇനി അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഈ ചർച്ച തൽക്കാലം ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഈ ചർച്ചയുടെ പങ്കെടുത്ത കലാകാരന്മാരെ ആദരിക്കുന്നതിനായിട്ട് സംഗീത നാടക അക്കാദമി അംഗവും കലാകാരനും നാടക നടനുമായ സജി ചന്ദ്രനെ സാദരം ക്ഷണിച്ചുള്ളൂ.